ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി പുതിയൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുന്നത്. പ്രധാനമായും നമുക്കെല്ലാം അറിയാം, വളരെ കാലം നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര സ്പീഡിൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്ര കൃത്യമായിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റത്തില്ല. പണ്ടത്തെ കാലത്ത് വിരലുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ കണക്ക് കൂട്ടിയിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാൽക്കുലേറ്ററിന്റെയും മൊബൈലിലൊക്കെ ഒരു സാന്നിധ്യത്തിലാണ് പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻസിൽ ഒരു മൂല്യച്യുതി വന്നിട്ടുണ്ടെന്ന് വേണം ചിന്തിക്കാൻ. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാൽക്കുലേഷനിലേക്ക് എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയും ഉണ്ടാകാം. എന്നാൽ ഇന്ന് വേദിക് മാത്തമാറ്റിക്സ്, അബാക്കസ്, അതുപോലെ തന്നെ മെന്റൽ മാത്തമാറ്റിക്സ് എന്നിങ്ങനെ പല വേദികളിലൂടെ അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെ പഴയ ആ ശക്തി തിരിച്ച് നൽകാൻ ഉള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ആ സാധ്യതയാണ് ഇന്ന് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ഈസി മാത്തമാറ്റിക്സ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മളോട് സംസാരിക്കുന്നത് പ്രദീപ് കുമാർ സാറാണ്. സാറ് എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തു. സാർ ഒരു ടീച്ചേഴ്സ് ട്രെയിനറാണ്. എയർഫോഴ്സ് BSc ഫിസിക്സ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു സാറ് എയർഫോഴ്സിലേക്ക് പോയത്. അതിനുശേഷം അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ BE പാസ്സായി. MA മാത്സ്, അതുപോലെ MA ഇംഗ്ലീഷ്, MA കൗൺസിലിംഗ്, അങ്ങനെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഏറ്റവും ബെറ്റർ ആക്കി മാറ്റാനുള്ള എല്ലാ കഴിവുകളിലൂടെയും സാറ് കടന്നുപോയി. 20 വർഷത്തെ എയർഫോഴ്സ് എക്സ്പീരിയൻസ്, അതിനുശേഷം 24 വർഷത്തോളം ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ എക്സ്പീരിയൻസ്. ഇപ്പൊ സാറ് അബാക്കസ്, അതുപോലെ തന്നെ വേദിക് മാത്തമാറ്റിക്സ്, റിയലിസ്റ്റിക് മാത്സ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെ തിരിച്ചു കുട്ടികൾക്ക് നല്ലൊരു ദിശാബോധം നൽകുകയാണ്. തന്നെയല്ല, സാർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ബ്രെയിൻ ഗെയിംസ് ഫോർ ന്യൂമറസ്. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യതയോടെ മാത്തമാറ്റിക്സിനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്നത്തെ ട്രെയിനർ പ്രദീപ് കുമാർ സാർ. കോഴിക്കോട് സ്വദേശിയാണ്. സോ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രദീപ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിഷയം മാത്തമാറ്റിക്സ് ആണ്, ഗണിതശാസ്ത്രമാണ്. ഇപ്പോൾ അധ്യാപകരുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ അവർക്കെല്ലാം അറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏറ്റവും വിഷമം പിടിച്ച വിഷയം എന്ന് പറയുന്നത്, ഇന്നത്തെ പ്രത്യേകിച്ചും പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേരും പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. ഏത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അവിടുത്തെ പ്രശ്നം, അവിടുത്തെ പ്രോബ്ലം എപ്പോഴും മാത്സ് തന്നെയാണ്. മാത്സിലാണ് പ്രോബ്ലത്തിന്റെ കാരണം, മാത്സിലാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത്. അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന നിലയ്ക്കായിരുന്നു ഞാൻ എൻ്റെ ഈ യാത്ര ആരംഭിച്ചത്. 2000-ലെ ഡിഫൻസിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു വേദി കണ്ടെത്തണം എന്നുള്ള ഇതിലാണ് ഞാൻ ആദ്യം ട്യൂഷൻസിന്റെ മേഖല നോക്കി. അപ്പം കണക്ക് തന്നെയാണ് എപ്പോഴും പ്രശ്നങ്ങൾ. കണക്ക് എനിക്ക് ഒരു പാഷനായിരുന്നു. കുട്ടിക്കാലത്തെ കണക്കിനോട് വളരെ താല്പര്യമായിരുന്നു. ഡിഗ്രിക്ക് എനിക്ക് ഞാൻ പഠിച്ച കോളേജിൽ എനിക്ക് എന്താ പറയുക, കുറഞ്ഞ മാർക്സ് തന്നെ എനിക്ക് മാത്സ് കിട്ടിയില്ല, പകരം ഫിസിക്സ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ആ അവസരത്തിലൊക്കെ മാത്സ് പഠിക്കാനുള്ള ചാൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫൻസ് കയറി കഴിഞ്ഞപ്പോൾ പല യാത്രകളിലും പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലൈബ്രറി ആയിരുന്നു തപ്പുക. നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ചെറിയ ചെറിയ നുറുങ്ങുകൾ, അങ്ങനെയുള്ള പലതും ഉപയോഗിച്ചിട്ട് മാത്തമാറ്റിക്സിന്റെ കാര്യത്തിൽ കുറച്ച് അറിവുകൾ കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ആയിരുന്നു എന്നെ ഡിഫൻസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വന്തം കാലിൽ നിൽക്കണം, ആരുടെയും
ശമ്പളം വാങ്ങിക്കുന്ന അവസ്ഥയിൽ പോകാതെ ശമ്പളം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറണം എന്നുള്ള ഒരു ചിന്ത വന്നതും. അങ്ങനെ ഞാനൊരു സ്ഥാപനം കെട്ടിപ്പടുത്തു. ഞാൻ ആദ്യം ഒരു ടീച്ചറായിരുന്നു. ടീച്ചർ എന്ന നിലയ്ക്ക് ഒരു സ്ഥാപനം കെട്ടിപ്പടുത്തു. അതിൽ നിന്ന് നിരവധി ടീച്ചേഴ്സിനെയും നിരവധി കുട്ടികളെയും, എനിക്ക് കോവിഡിന് മുമ്പ് ഏകദേശം 6000-ഓളം കുട്ടികളുണ്ടായിരുന്നു. 150-ഓളം ടീച്ചേഴ്സ് എൻ്റെ സ്ഥാപനത്തിലുണ്ടായിരുന്നു. 5-6 ജില്ലകളിലായിട്ട്, എറണാകുളത്തിന് ഇപ്പുറം കണ്ണൂർ വരെയുള്ള 5-6 ജില്ലകളിലായിട്ട് അത്രയും പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡോടുകൂടെ കുറെ ടീച്ചേഴ്സ് നഷ്ടപ്പെട്ടു. അവരെല്ലാം കാരണം 2-3 വർഷത്തോളം തൊഴിലില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവരെ പലരെയും കരകയറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. പലരും ഇപ്പോഴും നമ്മളൊന്നും പൂർണ്ണമായി കരകയറി എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും എനിക്കൊരു 1000 കുട്ടികളിൽ മാത്രമേ എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു 30-40 ടീച്ചേഴ്സ് ഇപ്പോഴും എനിക്ക് നിലനിന്നിട്ടുണ്ട്. 15-18 വർഷത്തോളമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് എൻ്റെ സ്ഥാപനത്തിലുണ്ട്. അത്രയും ആത്മാർത്ഥതയോടുകൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവരെ ആശ്രയിക്കുന്നത് എൻ്റെ സ്ഥാപനത്തിനെയാണ്. അപ്പൊ ആ നിലയിലേക്ക് നമ്മൾ പബ്ലിക്കായിട്ട് എവിടെയും വരുന്നില്ലെങ്കിലും ആ നിലയിലേക്ക് വളരാൻ എനിക്ക് കഴിഞ്ഞു. ദൈവസഹായം തന്നെയാണ്. പല മേഖലകളിലും പല പരാജയങ്ങളും അനുഭവിച്ചു. പക്ഷെ അതൊന്നും നമ്മളെ ബാധിച്ചില്ല. കണക്ക് എന്നുള്ളൊരു വിഷയം എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. കണക്ക് പേടി എങ്ങനെ, മാത്സ് ഫിയർ, ഹൗ ടു റിമൂവ് മാത്സ് ഫിയർ. അപ്പോ അതൊരു വലിയ വിഷയമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതൊരു ഒരുപാട് വർഷങ്ങൾ 2003-2002 വന്ന ഒരു ചെറിയ ആർട്ടിക്കിൾ ആയിരുന്നു. അപ്പോൾ ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലായിരുന്നു ആർട്ടിക്കിൾ വന്നത്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പിന്നെ അതിനുള്ള ശ്രമമായിരുന്നു. കാരണം കുട്ടികൾ നിരവധി എക്സ്പെരിമെന്റ്സ് നടത്തി. അപ്പോൾ മാത്സ് ഫിയർ ഇപ്പൊ എനിക്ക് ഗ്യാരണ്ടിയോട് പറയാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് ഗ്യാരണ്ടിയോട് പറയാൻ കഴിയും. ഒരു എന്താ പറയാ 1ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ് മുതൽ എത്ര വയസ്സുള്ള കുട്ടിയായാലും കുഴപ്പമില്ല, അല്ലെ എത്ര വയസ്സുള്ള വ്യക്തിയായാലും കുഴപ്പമില്ല, 1 മണിക്കൂർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ അവരുടെ മാത്സ് ഫിയർ ഗ്യാരണ്ടിയോടെ മാറ്റി കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ചാലഞ്ചാണത്, എൻ്റെ വാശിയാണ്. ഏത് ക്ലാസ് ചെന്ന് കഴിഞ്ഞാലും ഞാൻ പറയാം അതൊരു ചാലഞ്ചാണ്. നിങ്ങൾ ആര് കൈപൊക്കിക്കോ മാത്സ് ഫിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കൈപൊക്കിയിരിക്കും. നിങ്ങൾക്ക് കണക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൈപൊക്കിയിരിക്കുന്ന വാശിയോടെയാണ് ഞാൻ ക്ലാസ് എടുക്കാറുള്ളത്. ഒരു കുട്ടിക്ക് പോലും മാത്സ് ഫിയർ ഉണ്ടാവരുത് എന്നുള്ള ഒരു വാശി എനിക്കുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ മാത്സ് ഫിയർ നമ്മളെ ലൈഫിനെ മാറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മളിപ്പോ SSLCയുടെ റിസൾട്ട് വരും, CBSE, ICSE എല്ലാത്തിന്റെയും റിസൾട്ട് വരും. നിങ്ങൾ ഏത് സ്കൂളിൽ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കുറച്ച് A+ കിട്ടുന്നത് അല്ലെങ്കിൽ A1 കിട്ടുന്നത് ആർക്കും സംശയമില്ല, അത് മാത്തമാറ്റിക്സിലായിരിക്കും. ഒരു സ്കൂളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു 10-20 കുട്ടികൾക്ക് മാത്രമേ ഫുൾ A+ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ ആ A+ൽ തന്നെ ആ 9 A+ ഉള്ള 40-50 പിള്ളേരുണ്ടാവും. പക്ഷെ ഫുൾ A+ ഉള്ളത്, അതായത് മാത്സ് അടക്കം എല്ലാ സബ്ജക്റ്റിലും A+ വാങ്ങിക്കുന്ന കുട്ടികൾ വളരെ 10-20% ഒതുങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ മാത്സ് ഫിയറിനെ പറ്റി പറയുമ്പോൾ ഒരു 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ് വരെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ കണക്കിന് പേടിയില്ല, കണക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വരുന്ന കുട്ടികൾ ആ 5 മുതൽ 8ാം ക്ലാസ് 7ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് അവര് മാത്സ് ഫിയർ ഉള്ള വ്യക്തികളായി മാറുകയാണ്. 5ാം ക്ലാസ് മുതൽ തുടങ്ങിയ ട്രാൻസ്ഫോർമേഷൻ ഏകദേശം 7ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് അവർക്ക് മാത്സ് ഫിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് കുറേ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെ റിമൂവ് ചെയ്യാൻ കഴിയുമെന്നും എനിക്ക് ഏത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും എനിക്കത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ കഴിയും. ക്ലാസ് എടുത്തിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയും. വെറുതെ വാചകം അടിക്കുന്നതല്ല, ചലഞ്ചാണ്. എനിക്കൊരു 50-60 കുട്ടികളെ തന്നിട്ട് അവർക്ക് കണക്കിന് പേടിയാണ് അല്ലെങ്കിൽ പരീക്ഷ പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ എനിക്ക് തരാൻ കഴിയുകയാണെങ്കിൽ ഞാൻ മാത്സ് ഫിയർ മാറ്റാൻ തയ്യാറാണ്. ഞാനത് കാലിക്കറ്റില് പത്രസമ്മേളനം വരെ വിളിച്ച് 2007 2008 പത്രസമ്മേളനം വരെ വിളിച്ചിട്ട് ഞാൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. മീഡിയയിലൂടെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും മാത്സ് ഫിയർ മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുമ്പിൽ വന്നാൽ ഫ്രീ സെഷൻസ് ചെയ്തു തരാം. കാരണം അതൊരു വാശിയായിരുന്നു. കാരണം നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് ചേഞ്ച് ആവുന്നത് പലപ്പോഴും മാത്സ് ഫിയറിലൂടെ. ഇപ്പൊ 7ാം ക്ലാസ് വരെ ഡോക്ടർ ആവണം അല്ലെങ്കിൽ നല്ല IAS ആവണം, നല്ല പൊസിഷനിൽ എത്തണം എന്ന് പറയുന്ന കുട്ടികൾ 7ാം ക്ലാസ് എത്തുന്നതോടുകൂടെ ആ കണക്ക് വിഷമമായി തോന്നുന്നതോടുകൂടെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് 10ാം ക്ലാസ് എത്തുമ്പോൾ ഫുൾ A+ സ്കോർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്ക് അവരുടെ ഡ്രീംസ് മാറുകയാണ്. ആ മാറുന്ന ഡ്രീം അവർക്ക് എന്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ IAS എന്നുള്ള ഡ്രീമിൽ നിന്ന് മെല്ലെ താഴോട്ട് പോയിട്ട്
വേറെ ഏതെങ്കിലും ഡ്രീമിലേക്ക് അവർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾ ഈവൻ നിങ്ങളുടെ കുട്ടികൾക്ക് പോലും സംഭവിച്ചിട്ടുണ്ടാവുക പലപ്പോഴും മാത്സ് ഫിയർ കൊണ്ടാവാം. അപ്പൊ ഒരു ഘടകമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതെങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്സ് ഫിയർ ഉണ്ടാവാൻ തന്നെ കുറെ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സഹപാഠികൾ ആരും ഒരു കുട്ടിയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാതെ ആ തരത്തിലുള്ള മുൻകൈ എന്ന് ഞാൻ പറയാം, മുൻകൈ എടുക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും കുട്ടികളിൽ മാത്സ് ഫിയർ നിലനിന്നിട്ട് അവരുടെ ഡ്രീം ചേഞ്ച് ആവുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ എന്താ പറയാ ഈ SSLC എക്സാമിനേഷൻ തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് വരെ ഞാൻ സ്കൂളുകളിൽ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഫ്രീ സെഷൻസ് ആണ്. പരീക്ഷയ്ക്കുള്ള തയ്യാറെടുത്ത ഏറ്റവും അവസാന നിമിഷം എന്നോട് പല പ്രിൻസിപ്പാളും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി എന്താ മാറ്റം വരുത്താൻ കഴിയാന്ന്. ഒരു 10ാം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ കുട്ടിയാണ്. 2 ആഴ്ച മാത്രമേ ഇനി ടൈം ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ചെയ്യാൻ കഴിയും? ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് ചേഞ്ച് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ കാണാം. പക്ഷെ കുട്ടികളുടെ ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തും സ്ഥാപിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്തും അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും, അവർക്ക് കഴിവുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു 1.5-2 മണിക്കൂറിന്റെ മോട്ടിവേഷനിൽ പലപ്പോഴും ഞാൻ മാത്സ് ഫിയർ മാറ്റാനാണ് ശ്രമിക്കുക. ആ മാത്സ് ഇത്രേ ഉള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് ഒന്നുകൂടെ അറ്റ്ലീസ്റ്റ് ഒരു 5% അല്ലെങ്കിൽ ഒരു 10 മാർക്ക് അധികം അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കൂടാണ്. കാരണം ഫിയർ കാരണം നമുക്കറിയാം, ഒരു ഫിയർ വന്നു കഴിഞ്ഞാൽ, ആ പേടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ എന്താ പറയാ സ്വതന്ത്രമായ ഒരു മനസ്സോടുകൂടെ പലപ്പോഴും ചിന്തിക്കാൻ കഴിയില്ല. ആ ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കുട്ടികൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ തരത്തില് ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് സ്വമേധയാ നേടണം അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എയിമുകളിലേക്ക് അവർക്ക് പോകാൻ കഴിയും. ഇപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാട്ടില് മലയാളികൾക്ക് മാത്സ് ഫിയർ കൂടുതലാണ്. നമ്മളിപ്പോ പഞ്ചാബ് അല്ലെങ്കിൽ ബീഹാറിലൊക്കെ പോവാണെങ്കിൽ അവർക്ക് ഇത്രയ്ക്കൊന്നും മാത്സിനോട് പ്രശ്നങ്ങൾ. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ IAS-നും മറ്റു പല ടോപ്പേഴ്സിനും നോക്കി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ബീഹാരീസ് ആണ് അതിൽ ഏറ്റവും ടോപ്പേഴ്സ്. അതിനുള്ള കുറെ ശാസ്ത്രീയമായ കാരണങ്ങളും എന്റെ അനലൈസിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ എന്റെ ഇന്നത്തെ വിഷയം മാത്സ് ഫിയർ മാറ്റുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് തന്നെ കുട്ടികളെ എങ്ങനെ ബോധവൽക്കരിക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് മാത്സ് എളുപ്പമാണെന്ന് തോന്നിക്കാൻ കഴിയുമെന്നാണ് എന്റെ ഇന്നത്തെ വിഷയത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അപ്പൊ എനിക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല സാറേ? ഓക്കെ സാർ, ഷെയർ ചെയ്തോളൂ. കാണാം. ഓക്കെ, കാണാമല്ലോ അല്ലേ? ഈസി മാത്സ് എന്നാണ് ഞാൻ എന്റെ മാത്സ് സെഷന് പേരിട്ടിരിക്കുന്നത്. ഈസി മാത്സ് എന്നാണ്. എന്തുകൊണ്ടാണ് ഈസി മാത്സ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ചു. വൈ ഈസി മാത്സ്? മാത്സ് ഫിയർ ലീഡ്സ് ടു എക്സാം ഫിയർ. കാരണം പരീക്ഷയെ പേടി വരുത്താനുള്ള ഏറ്റവും വലിയ കാരണം ഒന്നാമത്തെ അത് ആരംഭിക്കുന്നത് തന്നെ മാത്സിൽ നിന്നായിരിക്കും. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് മാത്സ് ഫിയറിനെ റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ മാത്സ് ഫിയർ നമ്മൾ ഒരു എന്താ പറയുക, ഒരു സ്പൈറലിംഗ് എഫക്റ്റ് പോലെ അത് എക്സാം ഫിയറിലേക്കും അതിൽ നിന്ന് ഡ്രീംസ് ഡ്രോപ്പ് ചെയ്യുന്നതിലേക്കും പിന്നെ സബ്ജക്റ്റിലെ ഇൻട്രസ്റ്റ് നശിക്കുന്നതിലേക്കും അവർ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ അവർക്ക് സബ്ജക്റ്റിനോടൊപ്പം തന്നെ ഒരു ജീവിതത്തിലുള്ള താല്പര്യം വരെ നശിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമുക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല. പലപ്പോഴും കുട്ടികൾക്ക് രക്ഷപ്പെടാനുള്ള മോട്ടിവേഷൻ പലപ്പോഴും പല സ്ഥലത്തും പ്രതീക്ഷിക്കുന്ന സ്ഥലത്തൊന്നും കിട്ടാറില്ല. അപ്പൊ അത് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ മാത്സ് ഫിയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാത്സിനെ ഈസി ആക്കി മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ എല്ലാം റിവേഴ്സ് ഓർഡറിൽ, അതായത് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് സബ്ജക്റ്റിലേക്ക് വരും, അവർക്ക് കൂടുതൽ മാർക്സ് കിട്ടും. മാർക്സ് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് പ്രശംസകൾ അല്ലെങ്കിൽ അപ്രീസിയേഷൻസ് കിട്ടുന്നു. അപ്പോൾ അതുപോലെ അവരുടെ ആക്യുറസിയും അവരുടെ സ്പീഡും വർദ്ധിക്കുന്നു. അപ്പൊ ഇതിനുള്ള ചെറിയ ചെറിയ വഴികളാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. പേപ്പറും പെൻസിലുള്ളവരൊക്കെ ഇതൊരു ചാലഞ്ച് ആയിട്ട് എടുത്താൽ മതി. 98 into 97 എന്നുള്ള ഒരു കണക്ക്, ഞാൻ കണക്കിലേക്ക് തന്നെയാണ് വരുന്നത്, അധികം വാചകം അടിക്കുന്നില്ല. 98 into 97 പേപ്പറും പെൻസിലുള്ളവരൊന്ന് ചെയ്ത് നോക്കൂ. 98 into 97. എന്നാൽ ഞാൻ ടൈം സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈമിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. എത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നാണ് എനിക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട്
ഞാനിപ്പോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊന്ന് ഞാൻ സ്റ്റാർട്ട് പറയാം. ഈ 98 മൾട്ടിപ്ലൈഡ് ബൈ 97 ചെയ്യാം. എന്നിട്ടൊന്ന് ഫിനിഷ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യാം. എല്ലാവർക്കും ചെയ്ത് നോക്കാം. പ്രായം ഒരു പ്രശ്നമല്ല. ഒരു 4ാം ക്ലാസ് മുതൽ ഗുണനപ്പട്ടിക അറിയുന്നവർ എല്ലാവർക്കും ഈ 98 മൾട്ടിപ്ലൈഡ് ബൈ 97 ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, എല്ലാം റെഡി ആയല്ലോ? എല്ലാം റെഡി ആണെങ്കിൽ പറയൂ. എല്ലാം റെഡി ആണല്ലോ അല്ലേ? യെസ് സാർ. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്റ്റോപ്പ് പറയാം. ഏകദേശം എത്ര സെക്കൻഡ്സ് എടുക്കുന്നു അല്ലെങ്കിൽ എത്ര മിനിറ്റ് എടുക്കുന്നു ഞാൻ പറഞ്ഞു. 2 മിനിറ്റ്സ് ആണ് മാക്സിമം ടൈം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. $9,506. 6 കിട്ടി. 18 സെക്കൻഡ്. വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, ചെയ്തു. ഓക്കെ, ചെയ്തു. 35 സെക്കൻഡ്സ് ആയി. 9,506. ടൈം 38 സെക്കൻഡ്. ടൈം നോട്ട് ചെയ്യാം. 38 സെക്കൻഡ്. ഇപ്പൊ 42 സെക്കൻഡ് ആയി. നിങ്ങൾ ഇന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കാരണം ഞാൻ പറയുന്ന മെത്തേഡിലൂടെ ചെയ്തിട്ട് ഇതിനേക്കാളും കുറഞ്ഞ ടൈം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ 50 സെക്കൻഡ്, 55, ഇപ്പൊ 1 മിനിറ്റ്. ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അടുത്ത പേജിലേക്ക് പോവാം. ഇപ്പൊ 1 മിനിറ്റ് 10 സെക്കൻഡ്. ഓക്കെ, അടുത്ത സ്റ്റേജ് പോകുമോ സാർ? ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പോകുന്നത് നമുക്ക് ഗുണനപ്പട്ടിക. നമ്മളിപ്പോ 9 ഗുണിക്കണം 8നെയാണ് ഏറ്റവും കൂടുതൽ. 98 into 97 എന്ന് പറയുമ്പോൾ 9 into 8 ആണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ. 9 ഗുണിക്കണം 8 എങ്ങനെയാണ് നമ്മൾ ഈ ചെയ്യുന്നത്? 9 8s are എന്ന് പറയുമ്പോഴേക്കേ നമുക്ക് അറിയാം 9 8s are 72 എന്നറിയാം. 72 എങ്ങനെ കിട്ടി എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. 72 എന്നത് എവിടെ നിന്ന് കിട്ടി? പറയാമോ ആർക്കെങ്കിലും ആൻസർ? 9 8 times. 9 8 times. അതായത് 9 + 9 + 9 8 ടൈംസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 72 കിട്ടുന്നു. അല്ലെങ്കിൽ 8നെ 9 ടൈംസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 72 കിട്ടുന്നു. അതല്ലാതെ മറ്റെന്തെങ്കിലും വഴികളിലൂടെ നമുക്ക് ഈ 9 8s are 72 എന്ന് കിട്ടുമോ? കിട്ടാൻ എന്തെങ്കിലും വഴികൾ നമുക്കറിയാമോ? ഇല്ല. 9 8s are 72. ഇപ്പോൾ ഞാൻ പലരുടെയും കണക്കിന് പൊടിതിട്ട് എടുക്കായിരിക്കും. കാരണം വർഷങ്ങളോളമായിട്ട് ഇങ്ങനത്തെ ഒരു ഗുണനപ്പട്ടികയുടെ ആവശ്യമോ അല്ലെങ്കിൽ ഒന്നും ചെയ്ത മനസ്സുകളായിരിക്കില്ല പലരും. പക്ഷെ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. കുട്ടികളെ സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗുണനപ്പട്ടിക എടുത്തിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 9 8s are 72 എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള വ്യത്യസ്തമായ ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ 9 8ന് ആ ഗുണനത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ 9നെ 10ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകും. 10ലേക്ക് മാറ്റുകയാണെങ്കിൽ ഞാൻ എത്ര അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കണം? 9ന്റെ കൂടെ എത്ര ചേർത്താൽ നമുക്ക് 10 കിട്ടും? 1 ചേർത്താൽ. 1 ചേർത്താൽ നമുക്ക് 10 കിട്ടും. അതുപോലെ 8ന്റെ കൂടെയോ? 2 ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. അപ്പോൾ ഞാൻ ഈ 1ഉം 2ഉം എഴുതിയത് 1 and 2 എന്ന് എഴുതിയത് നമ്മൾ 10ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള നമ്പേഴ്സിനെ മാത്രമാണ്. അതായത് 8ന്റെ കൂടെ ഏത് സമയത്ത് എന്ന് വന്നു കഴിഞ്ഞാലും 10 ആവണമെങ്കിൽ നമുക്ക് 2 എന്നുള്ള നമ്പർ ഉപയോഗിച്ചേ പറ്റൂ. 9 ആണെങ്കിൽ നമ്മൾ 1 എന്നുള്ള നമ്പർ ഉപയോഗിച്ചേ പറ്റൂ. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1നെയും 2നെയും ഞാൻ മൾട്ടിപ്ലൈ ആണ്. 1നെയും 2നെയും ഞാൻ മൾട്ടിപ്ലൈ ആയിട്ട് 2 എന്ന് എഴുതി. 1 into 2 is 2. നെക്സ്റ്റ് ഞാൻ നമ്മള് ക്രോസ് എന്നുള്ള സൈൻ ഇല്ലേ, അതായത് ഗുണനത്തിന്റെ ചിഹ്നം, ആ ക്രോസ് അതിന്റെ ആക്ച്വൽ യൂസേജ് എന്ന് പറഞ്ഞാൽ 8നെയും 1നെയും ബന്ധപ്പെടുത്താൻ 9നെയും 2നെയും ബന്ധപ്പെടുത്താൻ എന്നുള്ളതാണ് ക്രോസ് ആയിട്ട്. അപ്പൊ 8 കുറയ്ക്കണം 1 ചെയ്യാം. 8ന്ന് 1 കുറച്ചിട്ട് അവിടെ 7 എന്ന് എഴുതാം. അല്ലെങ്കിൽ 9ൽ നിന്ന് 2 കുറച്ചിട്ട് അവിടെ 7 എന്ന് എഴുതാം. ഇപ്പൊ ഞാൻ 9നെയും 8നെയും ഗുണിച്ചോ? 9നെയും 8നെയും ഞാൻ ഉപയോഗിച്ചോ? ഇല്ല. ഞാൻ ഉപയോഗിച്ചത് 1നെയും 2നെയും പിന്നെ ഒരു സബ്ട്രാക്ഷനോ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് 9നെയും 8 എന്നുള്ള നമ്പറിനെ ഉപയോഗിക്കാതെ തന്നെ എനിക്ക് ആൻസർ കിട്ടി. അപ്പൊ ഞാൻ ഇപ്പൊ വിശദീകരിച്ചത്
9 into 8 എന്നുള്ളത് ഗുണന പട്ടികയെ ഉപയോഗിക്കാതെ നമുക്ക് ആൻസർ കണ്ടെത്തിയ ഒരു മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഏറ്റവും വിഷമം പിടിച്ച ഗുണന പട്ടിക എന്ന് പറയുന്നത് 7-ൻ്റെതാണ്, ചിലപ്പോൾ 8-ൻ്റെതാണ്. 9-ൻ്റെത് അത്ര വിഷമമുള്ളതല്ല. 6, 7, 8, 9 ഗുണന പട്ടിക അറിയില്ലെങ്കിലും കുട്ടികൾക്ക് കണക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ തെളിയിച്ച് കാണിച്ചു തരാം. 6, 7, 8, 9 ഗുണന പട്ടിക പഠിക്കണ്ട. 1, 2, 3, 4, 5 എന്നുള്ള 5 ഗുണിക്കണം 5 25 എന്ന് വരെ അറിയുന്ന ഒരു കുട്ടിക്ക് ഏത് മാത്തമാറ്റിക്സും ചെയ്യാൻ കഴിയും. ഇപ്പൊ തന്നെ ഞാൻ ഇത് ക്ലാസ്സുകളിൽ പറയുമ്പോൾ 7-ന്റെ ഗുണന പട്ടിക പഠിക്കാതെ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഇങ്ങോട്ട്. അപ്പൊ ആ ന്യൂസ് അല്ലെങ്കിൽ ആ വിവരം കേൾക്കുമ്പോഴേ കുട്ടികൾക്ക് റിലാക്സേഷൻ ആണ് ബ്രെയിനിൽ കിട്ടുന്നത്. 7-ന്റെ ഗുണന പട്ടിക പഠിക്കണ്ടേ? പഠിക്കണ്ട. ആ എക്സൈറ്റ്മെന്റ് ആണ്. അതായത് 7-ന്റെ ഗുണന പട്ടിക അല്ലെങ്കിൽ 8-ന്റെ ഗുണന പട്ടിക പഠിക്കാതെ അത് ബൈഹേർട്ട് ആക്കാതെ നമുക്ക് കണക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവർക്ക് വളരെ എന്താ പറയുക ഒരു റിലീഫ് കിട്ടുകയായിരുന്നു. അപ്പൊ ആ ഒരു റിലീഫിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യത്തെ ഒരു റിലീഫ് ആ കുട്ടിയെ കൊടുക്കുന്നു. എനിക്ക് ദൈവം എനിക്ക് 8-ന്റെ അല്ലെങ്കിൽ 7-ന്റെ ഗുണന പട്ടിക അറിയണ്ടല്ലോ, എന്നാലും എനിക്ക് കണക്ക് ചെയ്യാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു ആശ്വാസം. അപ്പോൾ ആ ആശ്വാസം ലീഡ് ചെയ്യുന്നത് അവരുടെ താല്പര്യത്തെയാണ്. ഓക്കെ, എന്നാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, കണക്ക് പഠിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതിൽ തന്നെ നമ്മൾ ഈ 9 into 8 വരെ നമുക്ക് മറ്റ് നമ്പേഴ്സ് ചെയ്ത് നോക്കാം. 9, 8 എന്നുള്ള മാത്രമല്ല, നമുക്കിപ്പോൾ 8 into 8 ചെയ്ത് നോക്കാം. 8 into 8 അപ്പൊ 1-ന് പകരം അവിടെ 2 വരും. അപ്പൊ 2 2s are 4. 8 minus 2 is 6. 8 8s are 64. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ 6-ന്റെ മേലെയുള്ള ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 6 into 8 ആയാലും അല്ലെങ്കിൽ 6 into 6 ആയാലും 9 into 9 ആയാലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ അതിന് 10-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗുണന പട്ടിക ഇല്ലാതെ കണക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഗുണന പട്ടിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുണന പട്ടിക ബൈഹാർട്ട് പഠിക്കുന്നതാണ്. അത് പലപ്പോഴും ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തപ്പോഴും ഒരു 8-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഈ ഗുണനം, അതായത് 8 ഗുണിക്കണം 9 അവന് കിട്ടുന്നില്ല, അവൻ മറന്നുപോയി എന്നാ പറയുന്നത്. കാരണം സ്കൂൾ അടച്ചു 1 മാസമായി, ഗുണന പട്ടിക മറന്നുപോയി. 9 ഗുണിക്കണം 8-ന് ആൻസർ കിട്ടുന്നില്ല. അപ്പൊ ആ അവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്തായാലും 10-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 8-ൽ നിന്ന് ഇതിലൂടെ 2 കൂട്ടി കഴിഞ്ഞാൽ 10-ലേക്ക് എത്തുമെന്ന് വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് ഓർമ്മിക്കാൻ കഴിയും. കാരണം 10-ലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ദിവസം പ്രാക്ടീസ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ മെത്തേഡ് കുട്ടികളിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നു. ഇനിയിപ്പോ ഇതിലിപ്പോ നമുക്കിപ്പോ ഇതിൽ ഒരു ചെറിയൊരു ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 6 into 6 അല്ലെങ്കിൽ 6 into 7 നമ്മൾ ചെയ്യുമ്പോൾ 7-ന്റെ ആഡ് ചെയ്യേണ്ട നമ്പർ നമ്മൾ അതിനെ ഫ്രണ്ട് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ കോംപ്ലിമെന്റ് എന്ന് വിളിക്കാം. 6-ന്റെ 4 ആണ്, 7-ന്റേത് 3 ആണ്. അപ്പോ 6 7s എന്നുള്ള ആൻസർ വരുമ്പോൾ 4 3s are 12 എന്ന് വരും. അവിടെ ഒരു 2 ഡിജിറ്റ് നമ്പറാണ് വരുന്നത്. ഈ കേസിൽ എന്ത് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ 4ഉം 3ഉം 1 ഡിജിറ്റ് നമ്പറാണ് യൂസ് ചെയ്തത്. അപ്പൊ 1 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ നമുക്ക് അതിൽ 2 മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. 1-ന് ഒരു ക്യാരി ആയിട്ട് ഇപ്പൊ 6 - 3-ലെ 3 വരും. അപ്പൊ 3-ന്റെ കൂടെ 1 ആഡ് ചെയ്യും. അപ്പൊ 3 1 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ 3 + 1 ഉള്ള കൺസെപ്റ്റ് എടുത്തിട്ട് 3 + 1 ദാറ്റ് ഈസ് 4. അപ്പൊ 42 എന്ന് കിട്ടും. 6 7s are 42 എന്ന് അങ്ങനെ വായിക്കുക. ഇങ്ങനെ അതായത് 6 മുതൽ മേലോട്ട് 6 6 are 36 വരുമ്പോഴും ഒരു ക്യാരി വരും. വേറെ ഒരു നമ്പേഴ്സിനും ക്യാരി വരാൻ സാധ്യതയില്ല. 6ഉം 7ഉം വരുമ്പോഴും മാത്രമേ ഉള്ളൂ. 7 7s are 49, ക്യാരി ഇല്ല. അപ്പൊ 6 into 7ഉം 6 into 6നും ക്യാരി വരുമ്പോൾ അതിനെ പുറകിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 42 എന്നുള്ള നമ്പർ കിട്ടും. അപ്പൊ ഈ മെത്തേഡ് ഒന്ന് നിങ്ങൾക്കൊന്ന് സംശയം തീർക്കാവോ? 8 into 9 അല്ലെങ്കിൽ 9 into 7 6 into 9 ഒന്ന് ചെയ്ത് നോക്കാവോ? കാരണം ഞാൻ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ കൺഫ്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ചെയ്ത് നോക്കാവോ? ഒരു എക്സാമ്പിൾ കൂടെ ഒന്ന് പറയും. ഒരു എക്സാമ്പിൾ കൂടെ വേണോ? ഇപ്പൊ നമുക്ക് 7 7s, 7-ന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഇത് 3 ആണ്. അപ്പൊ 3 3s are 9. 3 3s are 9. 7 - 3 is 4. 49. 7 7s are 49. അപ്പൊ അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഗുണനപ്പട്ടിക ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ഗുണനപ്പട്ടിക അപ് ടു 9 വരെയുള്ള 6 7 8 9ന്റെ ഗുണനപ്പട്ടിക ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അപ്പൊ ആദ്യത്തെ ചാലഞ്ച് ഗുണനപ്പട്ടികയെ ഒന്ന് ഒഴിവാക്കി കിട്ടും. അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വലിയ മാത്തമാറ്റിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നത്. പക്ഷെ വളരെ ചെറിയ ഒരു സ്റ്റെപ്പിലൂടെ നമുക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്സിനെ
എളുപ്പമാക്കി മാറ്റാൻ കഴിയും. അപ്പൊ ഈ മെത്തഡാണ് ഞാൻ പല സ്കൂളുകളിലും പല കുട്ടികളിലും യൂസ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ ഒന്ന് ഒഴിവാക്കാൻ പറ്റൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് ഒഴിവാക്കി കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് റിലീഫാണ്. അപ്പോൾ അതിൽ നിന്ന് പിടിച്ചു കയറാം. അപ്പോൾ നെക്സ്റ്റ് 96 മൾട്ടിപ്ലൈഡ് ബൈ 98 അല്ലെങ്കിൽ 97 മൾട്ടിപ്ലൈഡ് ബൈ 98 ഇതിലേക്ക് നമ്മൾ വരികയാണ്. നെക്സ്റ്റ് ഇത് വേറെ പല കണക്കുകളും ചെയ്യാൻ ഞാനിപ്പോൾ ഫാസ്റ്റ് ആയിട്ട് പോവാണ്, കാരണം എന്റെ ടൈം ലിമിറ്റഡ് ആയത് കാരണം. 97 എന്റെ കൂടെ നമ്മൾ ഇവിടെ 10 പകരം നമ്മൾ 100ലേക്ക് പോകുന്നു. 97ന്റെ കൂടെ നമ്മളിപ്പോ എടുത്തു എനിക്ക് തോന്നുന്നു 18 സെക്കൻഡോടാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പേജ് എടുത്താൽ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് കാൽക്കുലേഷൻസ് അവിടെ കാണാൻ കഴിയും. ഇപ്പൊ ഈ കേസിൽ 97ന്റെ കൂടെ എത്ര ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ 100ലേക്ക് എത്തേണ്ടി വരും. അത് 3 ആണ്. 98 ആകുമ്പോൾ അത് 2 ആണ്. ശരി, 98 + 2 = 100, 97 + 3 = 100. അപ്പൊ ഇത് 2 ഡിജിറ്റ് നമ്പർ ആയത് കാരണം ഞാൻ അതിനൊരു 0 കൊടുക്കുകയാണ്. 03 ആൻഡ് 02. 97 + 03 is 100 or 100 - 03 is 97. 100 - 02 is 98. ഓക്കെ, ആ മൈനസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ 98ന്ന് 3നെ സബ്ട്രാക്ട് ചെയ്യണം, 97ന്ന് 2നെ സബ്ട്രാക്ട് ചെയ്യണം. എന്റെ മാത്തമാറ്റിക്സ് ഇവിടെ കഴിഞ്ഞു. 3 2s are 06. 3 2s are 6. 06 എന്ന് എഴുതുന്നു, കാരണം 02 03 ആണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് സ്റ്റെപ്പില് 97 - 2. 97 - 2 is 95. അപ്പൊ 9506 എന്നുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് 2 or 3 or 4 seconds മതി. കാരണം ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത് 9നെ 8ന്റെ 7ന്റെ എവിടെയും ഗുണന പട്ടിക ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ യൂസ് ചെയ്ത് 3 2s are 6 എന്നുള്ള ഗുണന പട്ടിക മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 9ന്റെ 8ന്റെയും യൂസ് ചെയ്യാൻ എനിക്ക് അറിയാം, പക്ഷെ അത് യൂസ് ചെയ്യാതെ തന്നെ ഞാൻ കണക്ക് ചെയ്ത് കഴിഞ്ഞു. 9ന്റെ 8ന്റെ പുതിയ മെത്തേഡ് ഞാൻ പഠിച്ചു, എന്നിട്ട് അതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് യൂസ് ചെയ്ത മെത്തേഡ് ഞാൻ ഉപയോഗിച്ചു. 9ഉം 7ഉം ഉപയോഗിച്ചില്ല. പക്ഷെ 97 എന്നുള്ള നമ്പറിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്തു, അത് 03 ആണ്. 98നെ കൺവേർട്ട് ചെയ്തു, അത് 2 ആണ്. അപ്പൊ 98ന്റെ 2ഉം ആ 3ഉം ഉപയോഗിച്ച് 2 3s are 6 എന്നും 97 - 2 is 95 എന്നും എഴുതുമ്പോഴത്തേക്ക് എന്റെ ആൻസർ ആയി. ഇനി നമുക്ക് ഇതിന്റെ ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. 99നെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 99 മൾട്ടിപ്ലൈഡ് ബൈ 95 ചെയ്യാം. 99 മൾട്ടിപ്ലൈഡ് ബൈ 95 ആർക്കെങ്കിലും ചെയ്ത് നോക്കാവോ? എത്ര സ്റ്റെപ്സ് നമ്മൾ എഴുതേണ്ടി വരുന്നു, അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. 95 ആവുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 95 ആവുമ്പോൾ നമുക്കിവിടെ 5 കിട്ടും. 99 ആവുമ്പോൾ നമുക്ക് 01 കിട്ടും. 01 × 05. അപ്പൊ നമ്മുടെ റൈറ്റ് സൈഡ് നമ്പറിനെ, നമ്മുടെ ആൻസർ 2 സെക്ഷൻ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിന്റെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ 5 1s are 5. 5 × 1 is 5. എന്റെ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലിക്കേഷനിൽ 95 - 1 that is 94. 9405 എന്ന ആൻസർ കിട്ടും. ഇനി നമ്മള് മാത്തമാറ്റിക്സ് ചെയ്തു. എവറി ടൈം നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് എഴുതാതെ ഈ ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ മാത്സിലേക്ക് കിട്ടും. നമുക്ക് ഏറ്റവും സീനിയേഴ്സ് ആയ വ്യക്തികളോട് പോലും ചോദിക്കാൻ ഞാൻ റെഡിയാണ്, അവർക്ക് ഇത് മൈൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ. അപ്പൊ ഞാനൊരു അടുത്ത ക്വസ്റ്റ്യൻ ഇടാം. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇടാം. അല്ലെങ്കിൽ കണക്കിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ആരായാലും ഒരു കുഴപ്പമില്ല, ഞാൻ പിന്നെ ചോദിക്കാൻ റെഡിയാണ്. ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഒരു സെക്കൻഡ്, ആർക്കെങ്കിലും ഇപ്പൊ സാർ പറഞ്ഞ മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. ഒരു പ്രാവശ്യം കൂടെ പറയണമെങ്കിലോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യും. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ക്ലിയർ ആയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായി. അഡ്മിറ്റ് ചെയ്താൽ മതി. അല്ലേ സാർ? സാറേ 94 എങ്ങനെ വന്നതെന്ന് പറഞ്ഞ 5 മനസ്സിലായി, 05 മനസ്സിലായി. പക്ഷെ ലെഫ്റ്റിലുള്ള 2 സംഖ്യ, ലെഫ്റ്റിലുള്ളത് 95 - 1 90. 95 - 1 is 94. അതായത് ക്രോസിന്റെ സൈൻ അല്ലേ, ക്രോസ് ആയിട്ടല്ലേ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഇൻഡു സൈൻ എടുക്കുന്നത്. ഇൻഡു സൈൻ ക്ലോസ് 95നെ 1 ബന്ധപ്പെടുത്താം. നമ്മളെ ക്രോസ് എന്നുള്ള സൈനിന്റെ മേലോട്ടും താഴോട്ടും പിന്നെ ലിങ്ക് ചെയ്യാം. 99നെ 5 ആയിട്ട് ലിങ്ക് ചെയ്യാം, 95നെ 1 ആയിട്ട് ലിങ്ക് ചെയ്യാം. അപ്പൊ 95 - 1 ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ 99 - 5.
2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 94 ആയിട്ട്. ക്രോസ് സബ്ട്രാക്ഷൻ, ക്രോസ് ആയിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. 99 അതായത് ഓപ്പോസിറ്റ് നമ്പറിന്റെ പിന്നെ ഫ്രണ്ടിനെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. 99ന്റെ കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നത് 5 ആണ്. 99 സബ്ട്രാക്ട് ചെയ്യുന്നത് 5 ആണ്. 95 സബ്ട്രാക്ട് ചെയ്തത് 1 ആണ്. രണ്ടായാലും നമുക്ക് ആൻസർ 94 തന്നെ കിട്ടും. നമുക്ക് നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ 1 സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പം. സോ 95 എന്ന് 1 ചെയ്താൽ മതി, 94 കിട്ടും. അത് സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നത്, ക്രോസ് സബ്ട്രാക്ഷൻ. ഒരു മൾട്ടിപ്ലിക്കേഷനും ഒരു സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്തു. ഓക്കെ സർ, ഓക്കെ. ക്ലിയർ ആയില്ലല്ലേ? വേറെ ആർക്കും സംശയമില്ല. കാരണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ എല്ലാ കാൽക്കുലേഷനും തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ പറയണം. എനിക്കിപ്പോ വർത്താനം പറയാൻ പറ്റില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കണ്ടിന്യൂസ്. അപ്പൊ 94 into 94 അല്ലെങ്കിൽ 94 into 93 എടുക്കാം, കുറച്ചും കൂടെ വലിയ നമ്പർ. അപ്പൊ 94 ആകുമ്പോൾ നമുക്ക് എന്താ പറയാ 03 ആകുമ്പോൾ നമുക്ക് അവിടെ 7 വരും. അപ്പൊ 07 04 ആകുമ്പോൾ നമുക്ക് 06 കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 6 7s എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 6 7s നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇപ്പം പഠിച്ച മെത്തേഡ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുകയാണെങ്കിൽ 6 7s 42 അങ്ങനെ എഴുതി, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ച മെത്തേഡ് കൂടെയും 42 കണ്ടുപിടിക്കാം. ഇനിയിപ്പോ 94 മൈനസ് 7, 94 7 കുറയ്ക്കാം, അല്ലെങ്കിൽ 93 6 കുറയ്ക്കാം. അപ്പൊ നമുക്ക് 87 കിട്ടും. 8742 8742 എന്ന് കിട്ടും നമ്പർ. നമുക്ക് അതായത് ഇതൊരു 80 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. 80 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിന് നമുക്ക് ഈ മെത്തേഡ് കൊണ്ട് ചെയ്യാൻ കഴിയും. എല്ലാ നമ്പേഴ്സിനും ഈ മെത്തേഡ് അല്ല, പക്ഷെ എന്താ പറയാ പർട്ടിക്കുലർ നമ്പേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്റെ സമാധാനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്നുള്ള അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എനിക്കിപ്പോ ചെയ്യാൻ കഴിയുമല്ലോ എന്നുള്ളതാണ്. ഈ 99ന്റെ പ്രശ്നം എൻ്റെ ഇടയ്ക്ക് മാറ്റി കഴിഞ്ഞല്ലോ. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നമുക്ക് കുട്ടികളുടെ ചെറിയ 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 പ്രശ്നങ്ങൾ മാറ്റിയിട്ട് അവരെ സക്സസ്ഫുൾ ആക്കാൻ കഴിയും. ഇതിപ്പോ നമ്മളിപ്പോ 9ഉം 8ഉം ചെയ്യാൻ, അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് മറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. ഇതിൽ തന്നെ ഞാനിപ്പോ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 99 മൾട്ടിപ്ലൈഡ് ബൈ 99, അപ്പോൾ 99ന്റെ സ്ക്വയർ ആണോ നമ്മൾ പറയാം. ഇത് ഒരു സ്റ്റെപ്പും എഴുതാതെ ഒന്ന് എന്റെ സ്ക്രീനിൽ നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പേപ്പറോ പെൻസിലോ ഒന്നും ഉപയോഗിക്കരുത്, നിങ്ങളുടെ മൈൻഡ് മാത്രം യൂസ് ചെയ്യുക, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. 99 മൾട്ടിപ്ലൈഡ് ബൈ 99 നമ്മൾ എഴുതി ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 30 seconds 1 minute എടുക്കും. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്തേ പറ്റും. ഇതൊന്ന് മൈൻഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 9ന്റെ ഇപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. 99 എന്ന് പറയുമ്പോൾ 9ന്റെ ഫ്രണ്ട് 1 ആണ്. 1 into 1 is 1, 01 എഴുതി. അപ്പൊ റൈറ്റ് സൈഡിൽ ഒരു 01 കിട്ടുന്ന ഉറപ്പായി. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് 99 minus 1, അപ്പൊ എത്ര കിട്ടും? 98. അപ്പൊ ആൻസർ വിൽ ബി 9801 കിട്ടി. അപ്പൊ അത്രയ്ക്ക് നമുക്ക് മൈൻഡിനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പൊ 98 യൂസ് ചെയ്യുകയാണെങ്കിൽ 98 മൾട്ടിപ്ലൈഡ് ബൈ 98 2 ആണ് വരുന്നത്. 2 2s are 4. 98 minus 2 is 96. അപ്പൊ 9604 എന്നുള്ള ആൻസർ. ചെറിയൊരു പ്രാക്ടീസ് വേണം, എന്നാൽ മാത്രമേ കിട്ടൂ. 9604 എന്നുള്ള ആൻസർ നമുക്ക് അവിടുന്ന് തന്നെ ഫോർമുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ പറയാം, ഒരു PSC ടെസ്റ്റിന് പോകുന്ന കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷനോ ഒരു ഡിവിഷനോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആൻസറിന് അവിടെ തന്നെ ഫോർമുലേറ്റ് ചെയ്യുക. ഒരു സ്റ്റെപ്സും എഴുതണ്ട. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ആൻസർ അവന്റെ നാവിൻ തുമ്പിൽ വരുന്ന പോലെ മൈൻഡിൽ വന്നിട്ട് അവൻ എഴുതാൻ കഴിയും. എത്രയോ ടൈം സേവ് ആണ്, എത്രയോ പ്രഷർ കുറയ്ക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കറിയാം ഈ PSC എക്സാമിനേഷന് ഹ്യൂമാനിറ്റീസും എല്ലാം എടുത്തിട്ട് മാത്സിനെ എങ്ങനെയും ഒഴിവാക്കിയിട്ട് PSCയിൽ എങ്ങനെയെങ്കിലും കടന്നുകൂടാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ മുമ്പിൽ ആദ്യം PSC ബോർഡ് ഇട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് ആണ്. കാരണം എന്താണ്? അവരെ ചവിട്ടി പിടിക്കണമെങ്കിൽ, അവരെ ഒന്ന് നിലനിർത്തണമെങ്കിൽ മാത്സ് കൊണ്ട് കഴിയും. അവരെ അറ്റ്ലീസ്റ്റ് മാത്സിൽ എന്തെങ്കിലും അറിയില്ല, കാരണം ഒരു ഫിൽറ്ററിംഗ് മെത്തേഡാണ് മാത്സ് ഉപയോഗിക്കുന്നത്. കാരണം മാത്സ് അറിയെങ്കിലും കൊണ്ട് അപ്പൊ അത്രയും പേര് ഫിൽറ്റർ ചെയ്യാൻ കഴിയുമല്ലോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആ മാത്സിന്റെ കടമ്പകൾ കടക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പല PSC കോച്ചിങ് സെന്റേഴ്സും അവര് ട്രിക്സ് എന്ന നിലയ്ക്കാണ് ഈ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത്. ട്രിക്സ് ആണ്, പക്ഷെ ഇത് ആക്ച്വലി ട്രിക്സ് അല്ല. ഇത് കറക്റ്റ് ഫൗണ്ടേഷൻ ഉള്ള ഒരു മാത്സിന്റെ സ്ട്രീമാണ്. ഇതിന് എല്ലാ മെത്തേഡുകളും ഇതിലുണ്ട്.
മാത്സിന്റെ ബേസിക്സ് മുതൽ എല്ലാം നമുക്ക് ഈ മെത്തേഡിലൂടെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ മെത്തേഡിനെ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മൈൻഡിലേക്ക് മാറ്റിക്കൊണ്ട് മൈൻഡ് മാത്സ് ആയിട്ട് മെന്റൽ മാത്സ് ആയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ചെയ്യാൻ കഴിയും. ഇതിലും വലിയ നമ്പേഴ്സിനെ ഇതിപ്പോ 4 ഒന്നും വേണ്ട. ഈ 9 ഇപ്പൊ ഞാൻ ഒരു 9 കൂട്ടിയെന്ന് വെക്കാം. 998 ഇൻറ്റു 998 അതൊരു 3 ഡിജിറ്റ് നമ്പർ ആണ്. നമ്മളെ ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും നമുക്കത് മൈൻഡ് ചെയ്യാൻ കഴിയുന്നുള്ള പ്രതീക്ഷയില്ല. ശരിയല്ലേ? എന്ന് നോക്കുക, നിങ്ങൾക്ക് ഈ 98 ആകുമ്പോൾ നമ്മൾ 0 ഉപയോഗിച്ച പോലെ 002 ഉപയോഗിച്ചാൽ മതി. 002 ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം 004 കിട്ടും, 996 കിട്ടും. ഇപ്പൊ 996004 ഒരു 6 ഡിജിറ്റ് ആൻസർ 3 സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ എത്രമാത്രം ടൈം സേവ്ഡ് ആയിരിക്കും. അവിടെയാണ് നമുക്ക് ഇപ്പൊ നമ്മൾ 10th സ്റ്റാൻഡേർഡിന്റെ കുട്ടികളുടെ പ്രോബ്ലംസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഒരു 2 hours പേപ്പറിൽ ലെറ്റ് us say 20 questions ഉള്ള ഒരു പേപ്പർ ആണെങ്കിൽ ആ കുട്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നു. അത് അവൻ അപ്പൊ ഒരു 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 5 minutes അല്ലെങ്കിൽ 6 minutes ആണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് ആൻസർ കിട്ടാനുള്ള ഒരു ചാൻസ് 6 minute ആണ്. അപ്പൊ 5-6 minute കൊണ്ട് അതിന്റെ ആൻസർ കണ്ടെത്തിയേ പറ്റും. അപ്പൊ ആദ്യം ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് പോകുന്ന കുട്ടി ഒരു 1-2 minute കൊണ്ട് അവന്റെ സ്റ്റെപ്പ് എഴുതി അവൻ അരിത്മെറ്റിക്സിലേക്ക് വരികയാണ്. 2-3 minute അവൻ അനലൈസ് ചെയ്തു, അവന്റെ മെത്തേഡ് കണ്ടുപിടിച്ചു, വഴി കണ്ടുപിടിച്ചു, അവൻ സ്റ്റെപ്സ് എഴുതി. ലാസ്റ്റിൽ വരുന്ന അരിത്മെറ്റിക് ഓപ്പറേഷൻ ആണ്. അവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ എന്തെങ്കിലും ഒരു കടമ്പ അവിടെ ഉണ്ടാവും. അവിടെ കിടന്നിട്ട് അവൻ വട്ടം ചുറ്റുകയാണ്. ചിലപ്പോ എനിക്ക് 10 minute കൊണ്ട് ചെയ്യേണ്ട പേപ്പറുകൾ 1 മണിക്കൂർ എടുത്ത കുട്ടികളുണ്ട്. വെറും അരിത്മെറ്റിക്സ് മാത്രം, ഒരു അനലൈസിംഗും ഇല്ല. വെറും അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ് മാത്രം കൊടുത്തിട്ട് 4 മൾട്ടിപ്ലിക്കേഷനും 4 ഡിവിഷനും 3 അഡീഷനും കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒരു 2 അക്ക 3 അക്ക നമ്പറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പോലും ചെയ്ത് തീർക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. കാരണം അരിത്മെറ്റിക്സ് ആണ് അവിടെ പ്രശ്നം. അനലൈസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തി കഴിഞ്ഞാലും അരിത്മെറ്റിക്കലി അവര് ഇതിലിപ്പം 998 ഇൻറ്റു 998 എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം, 3 നമ്പർ ഒരു 9 മൾട്ടിപ്ലിക്കേഷൻ അവർ ചെയ്യണം. എന്നിട്ട് അതിന്റെ അഡീഷൻസ് ചെയ്യണം. എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ഗോ റോങ്. അവിടെ അവരെ ക്യാച്ച് ചെയ്തു. അപ്പോൾ ഇതിവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ 2 ഇൻറ്റു 2 ആ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പിന്നെ ഒരു സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. അപ്പൊ എത്രയോ റിലീഫ്, എത്രയോ എഴുതേണ്ട സ്റ്റെപ്പുകൾ വരെ, എഴുതേണ്ട നമ്പേഴ്സ് വരെ കുട്ടികൾക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ മെത്തേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ശ്രമിക്കുകയാണ്. സർക്കാർ തലത്തിലെല്ലാം പല തരത്തിലും ശ്രമിച്ചു നോക്കി, പക്ഷെ അതിനൊന്നും യാതൊരു റിസൾട്ടും കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് സർക്കാർ തലത്തിൽ ഞാൻ MA സാറ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴും ഞാൻ കുട്ടികളെ കൊണ്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു, അതായത് 2008-ലോ 2009 എങ്ങനെയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ വരെ നമ്മൾ പ്രസന്റ് ചെയ്തിട്ട് എന്തെങ്കിലും വകുപ്പിന് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ലെറ്ററിങ് തരാൻ കഴിയുമോ ഇത് നല്ലതാണെന്നുള്ളത്, അതുപോലും നടന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷെ അതിൽ നിന്നെല്ലാം ഞാൻ വിട്ടുമാറി ഇപ്പൊ സ്വന്തം നിലയ്ക്ക് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നതോളം മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നിടത്തോളം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നിട്ടാണ് ഞാൻ എന്റെ സ്ഥാപനത്തിനെ ഡെവലപ്പ് ചെയ്യാൻ പോയത്. അപ്പോൾ ഈ മെത്തേഡിനെ ഒന്ന് വ്യാപകമാക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് അതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സ്വന്തം കുട്ടികളിലെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത മെത്തേഡുകൾ കാണിച്ചു തരാം. 5 into 5 25. ഈ മെത്തേഡ് 5 into 5 25 എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് 5 എൻഡിങ് നമ്പേഴ്സിന്, അതായത് 35 into 35, 65 into 65 ഒക്കെ സെക്കൻഡുകളോട് ഉത്തരം പറയാൻ കഴിയും. അതുപോലെ 102 into 103. ഈ മെത്തേഡ് ഇത് മറ്റേ ഇപ്പൊ നമ്മൾ പഠിച്ച മെത്തേഡിന് ഒരു സിമിലർ മെത്തേഡാണ്. 102 100 എത്ര കൂടുതലുണ്ടെന്ന് നമ്മൾ നോക്കണം. 100-നേക്കാളും 2 ആണ് കൂടുതലുള്ളത്. ഇവിടെ 100-നേക്കാളും 3 ആണ് കൂടുതലുള്ളത്. ഇത് നേരത്തെ മെത്തേഡിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായി വരുന്നതാണ് നമുക്ക്. കാരണം നമ്മൾ ഓൾറെഡി ആ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മളിപ്പോ 2 3s are 6 എന്ന് എഴുതി. ഇവിടെ നമ്മൾ സബ്ട്രാക്ഷൻ പകരം അഡിഷൻ ചെയ്യണം. 102 plus 3 or 103 plus 2 രണ്ടും നമുക്ക് 105 എന്ന് കിട്ടും. 10506. അപ്പോൾ 102-നെയും 103-നെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10506. കാരണം ഒരു അഡീഷൻ ചെയ്തു. 102 plus 3 ഇവിടുന്ന് തന്നെ നമുക്ക് എഴുതാം. 2 3s are 6, 2 plus 3 is 5. ആ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ എഴുതാം. 2 plus 3 is 5, 105. 2 3s are 6, 06. അപ്പൊ എത്ര റിലീഫാണ് കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്? എത്ര സ്റ്റെപ്പുകൾ കുറഞ്ഞു? ഇത് അപ്ലൈ ചെയ്യുന്നത് ഇത് ഏതൊരു കുട്ടിയും അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ്
ഫ്രീ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കൊടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ വഴികൾ ഉണ്ട്, അറ്റ്ലീസ്റ്റ് വഴികൾ എന്റെ മുമ്പിലുള്ള വഴി അടഞ്ഞിട്ടില്ല എന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഈ മീറ്റിംഗിൽ ഇരിക്കുന്നവരൊന്നും തയ്യാറാവും. ഒന്ന് കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള സെഷൻസ് കാണുക. അവരിൽ എല്ലാം അറ്റ്ലീസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തിയില്ല എന്നുള്ളൊരു വേദന നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ സ്കൂളുകളിൽ, എനിക്ക് അറിയാവുന്ന സ്കൂളുകളിലെല്ലാം ഞാൻ ഫ്രീ ക്ലാസ്സുകൾ ചെയ്യാം. കാരണം അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, വഴികളുണ്ട്, വഴി അടഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ബോധവൽക്കരണം നടത്താൻ പറ്റും. ഇത് ഞാൻ എൻ്റെ ഒരു ജീവിത തപസ്യയായിട്ട് എടുത്തിരിക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ അല്ലെങ്കിൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, ഇതിനൊക്കെ എളുപ്പ വഴികളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ ബോധവൽക്കരിക്കാൻ കഴിയും. നമ്മുടെ മറ്റൊരു വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മള് സബ്ട്രാക്ഷൻ എന്നുള്ള മെത്തേഡ്, അതിനെപ്പറ്റി ഞാൻ എൻ്റെതായ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നമ്പറിനെ വേറെ നമ്പറിൽ നിന്ന് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ? കടം വാങ്ങിക്കണം എന്നുള്ളതാണ്. അപ്പൊ കുട്ടിക്കാലത്തെ നമ്മൾ എന്ത് ചെയ്തു? കുട്ടിക്കാലത്തെ നമ്മളെ കടം വാങ്ങിക്കാൻ വേണ്ടി കണക്ക് അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജീവിതകാലം മുഴുവൻ നമ്മൾ മൊട്ടുസൂചി ആയാൽ പോലും മൊബൈൽ ആയാൽ പോലും EMI നമ്മൾ വാങ്ങിക്കും. ശരിയാണോ? അല്ലെ? വീട്ടിൽ എന്ത് സാധനം വേണമെങ്കിലും അത് EMI കാരണം തന്നെ കടം വാങ്ങിക്കാൻ കുട്ടിക്കാലത്തെ നമ്മൾ കണക്ക് ചെയ്യുമ്പോഴേ നമ്മൾ കടം വാങ്ങിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ കടം വാങ്ങിക്കുന്ന ഒരു പ്രശ്നമല്ലെന്ന് നമ്മൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ കടം വാങ്ങിക്കാതെ കണക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ബോറോയിങ് സം അല്ലെങ്കിൽ ബോറോ ചെയ്യണ്ട എന്ന് കുട്ടികളൊന്ന് പഠിപ്പിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഭാവി തലമുറയെങ്കിലും കടത്തിൽ നിന്ന് സ്വന്തം വീട് പോലും, EMI വീട് പോലും, എല്ലാം നമുക്കറിയാം, എല്ലാം ബാങ്കുകളിലാണ്. നമ്മുടേതായിട്ട് ഒന്നും ഇല്ല ഈ ലോകത്ത്. ഇപ്പൊ എല്ലാം ബാങ്കുകളിലും മറ്റു പല സ്ഥലങ്ങളിലും കിടക്കുകയാണ്. അതിനൊന്ന് ഒഴിവാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് കടം വാങ്ങിക്കാതെ മാത്തമാറ്റിക്സ് ചെയ്യാൻ കഴിയുമെന്ന് കുട്ടികളെ ബോധവൽക്കരിച്ചാൽ തീർച്ചയായിട്ടും ഭാവി തലമുറയെങ്കിലും, ഞാൻ ബാങ്കുകൾക്കെതിരെ പാരവയ്ക്കുന്നതൊന്നല്ല, ബാങ്കുകളെ അതിനെതിരെ പറയുന്നതല്ല, പക്ഷെ സ്വന്തം ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി കടം വാങ്ങിക്കാതിരിക്കാനുള്ള വഴികളിലേക്ക് കുട്ടികൾ വരാൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ ഞാൻ പല സ്കൂളുകളിലും പറയുമ്പോൾ അധ്യാപകരടങ്ങി ചിരിക്കുക ചെയ്യുക. കാരണം അങ്ങനെ കടം വാങ്ങിച്ചിട്ട് സ്വന്തം കുടുംബം മുടിഞ്ഞവർ തന്നെയായിരിക്കും ഈ ചിരിക്കുന്നവർ പലരും. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുക, കടം വാങ്ങിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയുക. അതിനും വകുപ്പുകളുണ്ട്. കാരണം നമ്മൾ ബജറ്റ് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇതെല്ലാം നടക്കും. പക്ഷെ കുട്ടിക്കാലത്ത് തന്നെ കടം വാങ്ങിക്കണം, കടം വാങ്ങിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള ആ ചിന്തകളെ, ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒന്ന് റിഫൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകളാണ് നമ്മൾ ഇപ്പൊ കടം വാങ്ങിക്കാതെ ചെയ്യുന്ന കണക്കുകൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 100ന് നമ്മളൊരു സംഖ്യനെ സബ്ട്രാക്ട് ചെയ്യാണ്. 100 - 45. 100 - 45 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ആൻസർ അറിയാം. ആൻസർ അറിയുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. എങ്ങനെ ഈ കണക്കിനെ ഒന്ന് കടം വാങ്ങിക്കാതെ കണക്കാക്കി മാറ്റാൻ കഴിയും? അപ്പൊ നമുക്കിത് ആദ്യം ഒന്ന് കടം വാങ്ങിച്ചിട്ട് ചെയ്യാം. കാരണം അതിന് മെത്തേഡ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 100 എന്ന് പറയാൻ നമ്മള് ആദ്യത്തെ ഒന്നിൽ നിന്ന് കടം വാങ്ങിച്ച് മേലെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ 10, അവസാനത്തെ 0 എത്തുമ്പോൾ നമ്മൾ 10 ഉണ്ടാവും. 10ൽ നിന്ന് 5 കുറച്ചു, നമുക്ക് 5 കിട്ടി. 5 കിട്ടി. പിന്നെ തൊട്ടടുത്ത നമ്പറിന്റെ മേലെ ആ 10 എടുത്ത കാരണം അവിടെ 9 ബാക്കിയാണോ. 9ൽ നിന്ന് 4 പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ 5 കിട്ടും. അപ്പൊ 55 ആൻസർ വരിക. അല്ലെ? 100ൽ നിന്ന് 45 പോയാൽ 55. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് കടം വാങ്ങിക്കാതെ ചെയ്യാൻ കഴിയുന്ന നമുക്ക് തോന്നുന്നു. അപ്പൊ 55 ആൻസർ നമുക്കറിയാം. അപ്പൊ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഈ 5നെ ഒന്ന് കൂട്ടുക. 5നെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 10 കിട്ടും. ഞാൻ അവിടെ 10 തന്നെ എഴുതാം. ഇനി 4നെയും 5നെയും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9 ആണ്. ശരിയല്ലേ? ഈ 5നെയും കൂട്ടി എനിക്ക് 10 കിട്ടി. 4നെയും 5നെയും കൂട്ടി 9 കിട്ടി. ഇനിയിപ്പോ ഞാൻ കടം വാങ്ങിക്കാതെ കണക്ക് ചെയ്യണേ. കണക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ 9നെയും 10നെയും അവിടെ വെക്കുകയാണ്. ഇതിന് ഞാൻ നമ്പർ മാറ്റുക. 100ന്ന് എനിക്ക് ഇനി വേറൊരു നമ്പർ കുറയ്ക്കണം. 67 കുറയ്ക്കണം എന്ന് വിചാരിക്കും. ഇനിയിപ്പോ ഞാൻ കാണേണ്ടത് 7ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 10 കിട്ടും എന്ന് ആലോചിക്കുക. 3 കൂട്ടിയാൽ മതി. ഇനി 6ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടും? അവിടെയും 3 കിട്ടിയാൽ ഉണ്ടോ? അപ്പൊ ആ 9, 10 എന്നുള്ള നമ്പർ എങ്ങനെ സംഖ്യകൾ കൂട്ടിയാലും നിങ്ങൾക്ക് 9, 10 കിട്ടും.
ആ 9, 10 അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ 9ലേക്കും 10ലേക്കും പോകണം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്തിന് കടം വാങ്ങിക്കണം? ഞാൻ 7ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 10 കിട്ടണം, 6ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടും, അത്ര ആലോചിച്ച് കഴിഞ്ഞാൽ എന്റെ ആൻസർ ആയി. ഇനി ഞാനൊരു സബ്ട്രാക്ഷൻ എനിക്കൊരു വിഷമമില്ല, കാരണം ഞാൻ കടം വാങ്ങിക്കുന്നില്ല. ഞാൻ ആ താഴെയുള്ള ആൻസർ 10ലും 9ലേക്കും എന്റെ ആൻസർ എത്താം. ഇത് എത്ര വലിയ നമ്പർ ആയാലും, ലാക്സ് ഓഫ് നമ്പേഴ്സ് ആയാലും ഇത് ഈ മെത്തേഡ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാനിപ്പോ എത്ര 0 വേണേ ഇടാം. ഇതുപോലെ അതിന് നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ, അതിന്റെ ആ മാജിക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മള് ഡെമോൺസ്ട്രേഷന് സ്റ്റേജിലൊക്കെ ഇങ്ങനത്തെ കണക്ക് ചെയ്തിട്ട് പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. സിക്സ് 7 3 2 4 ഞാൻ സബ്ട്രാക്ട് ചെയ്യാൻ പോണേ. 5. ഇനിയിപ്പോ ഇവിടെ വന്നു കഴിയുമ്പോ 4ന്റെ അടിയിൽ 10, 2ന്റെ അടിയിൽ 9, പിന്നെ അങ്ങോട്ട് എല്ലാം 9 വരിക. അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യാൻ നമ്മളിപ്പോ ഇത് ഒരു പ്രാവശ്യം കുട്ടി കാണിച്ചു കൊടുത്താൽ പിന്നെ ഇനി 9 9 9 9 10 എഴുതേണ്ട കാര്യമൊന്നുമില്ല. അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ 67,324 എന്നുള്ള നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യാൻ പോകണം. ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്ന നിങ്ങൾ പറയുന്ന നമ്പറിന് ആദ്യം ഞാൻ സബ്ട്രാക്ട് ചെയ്യാം. ഏത് നമ്പറിന് സബ്ട്രാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. 6നെ വേണോ, 7നെ വേണോ, 3നെ വേണോ, 4നെ വേണോ, നിങ്ങൾക്ക് ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഞാൻ 3 തുടങ്ങാം. എന്റെ സബ്ട്രാക്ഷന്റെ 3ന്റെ ആൻസർ ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. അത് 6 ആണ്. ഓക്കെ, ഞാൻ സബ്ട്രാക്ഷൻ ഞാൻ ഓപ്പൺ ആക്കി. നെക്സ്റ്റ് 6നെ സബ്ട്രാക്ട് ചെയ്യണം, ഏറ്റവും ലെഫ്റ്റ് സൈഡ് നമ്പറിന്. അപ്പൊ അവിടെ 3 കിട്ടും. എല്ലാം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇനി നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് നമ്പറിനെ ചെയ്യാം. ഫസ്റ്റ് നമ്പറിന് ചെയ്യണേ എനിക്ക് അവിടെ 6 കിട്ടും. 6 4 10. നെക്സ്റ്റ് ഞാൻ 7നെ ചെയ്യാം. 7ന്റെ ചെയ്യണമെങ്കിൽ 7 2 9. ഇനി ഞാൻ ലാസ്റ്റ് നമ്പർ 2നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്റെ ആൻസർ 7 ആണ്. നിങ്ങൾ കൂട്ടി നോക്കിയത് ശരിയാണോ? 6 4 10 7 2 9 6 3 9 7 2 9 6 3 9. എന്റെ ആൻസർ കറക്റ്റ് ആണ്. ഞാൻ എന്തിനാ ഞാൻ ബോറോ ചെയ്യുന്നത്? ഞാൻ 10,000 1 lakh എത്ര സീറോ ഉള്ള ആൻസർ ആയി ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഞാൻ താഴെയുള്ള നമ്പറിന് 10ലേക്കും 10ലേക്കും കൺവേർട്ട് ചെയ്ത് എന്റെ സബ്ട്രാക്ഷൻ ആയി. ഞാൻ കടം വാങ്ങിച്ച് എന്റെ ആൻസർ തെറ്റിച്ചു പോകുന്നു അല്ലെങ്കിൽ തെറ്റായി പോകുന്നതിനേക്കാൾ എത്രയോ ഭേദം ഞാൻ 9 9 9 9 10 എന്നുണ്ട് ഞാൻ മാച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. കുട്ടികൾക്ക് അവർക്കറിയാം 9 9 9 10ലേക്കാണ് പോകേണ്ടത്. 6 4 10 7 2 9 6 3 9 7 2 9 6 3 9 കൂട്ടി കഴിയുമ്പോഴത്തേക്ക് ആൻസർ ആയി കഴിയും. അത് എവിടുന്നും ചെയ്യാം. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സബ്ട്രാക്ഷൻ അറിയാത്ത കുട്ടികൾക്ക് ഇത് ചെയ്താൽ അവർക്ക് കിട്ടും. കാരണം അവർക്ക് എഡിഷൻ അറിയാം. സബ്ട്രാക്ഷൻ എന്നുള്ള ഡിഫിക്കൽട്ടായ കാര്യത്തിനെ അഡിഷനിലൂടെ പഠിപ്പിച്ചു കൊടുക്കാം. നമ്മൾ പറയുന്നുണ്ട് അഡിഷൻ ഓപ്പോസിറ്റ് സബ്ട്രാക്ഷൻ ആണെന്നെല്ലാം പറയുന്നത്. പക്ഷെ പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കാൻ പറ്റും. വെറും വൺ ഡിജിറ്റ് നമ്പറിനെ വെച്ചിട്ട് നമുക്ക് ക്രോർസ് ഓഫ് നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യാനും ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റും. ഇതാണ് മാത്സിന്റെ ശരിക്കും പറഞ്ഞാൽ മാജിക് എന്നുള്ള മാത്സിന്റെ ലോകം അത്രയും സിമ്പിൾ ആക്കിക്കൊണ്ട് ഒരു എന്താ പറയാ നമ്മള് പാല് കുടിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ ഐസ്ക്രീം ആക്കി പാല് കുടിപ്പിക്കുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ട് മാത്തമാറ്റിക്സിന്റെ പ്രശ്നങ്ങളെ മാറ്റിക്കൊണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഇതുപോലെ ഡിവിഷനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 4 അക്ക നമ്പറിന്റെ ഒരു മാല പോലെ ഇങ്ങനെ എഴുതാം. ഒരു സ്റ്റെപ്പ് ഡിവിഷൻ മതി. വളരെ സിമ്പിൾ ആയിട്ട് ഡിവിഷൻ ചെയ്യാൻ കഴിയും. ഡിവിഷനെ നമ്മൾ സബ്ട്രാക്ഷൻ പകരം അഡീഷൻ ആക്കി മാറ്റാൻ കഴിയും. നമ്മളെ സ്റ്റെപ്സ് എല്ലാം ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈ മെത്തേഡ് കണ്ടെത്തിയ വ്യക്തിയെ പറ്റി 2 വാക്ക് പറയാതെ പോകുന്നത് മോശമാണ്. ഈ മെത്തേഡ് കണ്ടെത്തിയത് ഭാരതി കൃഷ്ണ തീർത്ഥാജി എന്ന പുരിയിലുള്ള ഒരു സ്വാമിജിയാണ്. അദ്ദേഹത്തിന്റെ പുരിയിലെ മഠാധിപതിയായ ഒരു എന്താ പറയാ വെങ്കിട്ടരമണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഭാരതി കൃഷ്ണ എന്നുള്ള സ്വാമിജിയാണ് ഈ മെത്തേഡ്. അദ്ദേഹത്തിന്റെ കൊച്ചുമോള് ശകുന്തളാദേവിയാണ് ഇതിന്റെ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. ശകുന്തളാദേവിയാണ്. അതാണ് ശകുന്തളാദേവിയുടെ പറ്റി സിനിമ വരെ ഉണ്ട്. ശകുന്തളാദേവിയുടെ പ്രത്യേകത വേദിക് മാത്സിന്റെ മെത്തേഡാണ് ഉപയോഗിച്ചത്. പക്ഷെ ശകുന്തളാദേവിക്ക് മാനസികമായിട്ട്, അതായത് അവളുടെ ബ്രെയിൻ അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടറിനെ വെല്ലുന്ന ബ്രെയിൻ ആയിരുന്നു. അവള് വേദിക് മാത്സിന്റെ മെത്തേഡ് തന്നെയാണ്. ഇപ്പൊ അവള് കമ്പ്യൂട്ടറിനൊക്കെ പരാജയപ്പെടുത്തിയത് സെക്കൻഡുകൾ കൊണ്ടാണ്. ക്യൂബ് റൂട്ടും അങ്ങനത്തെ നമ്മൾ മാത്തമാറ്റിക്സിൽ പോലും ഇല്ലാത്ത സിസ്റ്റംസ് അവള് 58 സെക്കൻഡ് കൊണ്ടൊക്കെ ഒരുപാട് വലിയ സംഖ്യകൾ, അതായത് 30 40 ഡിജിറ്റ്സിന്റെ കണക്കുകൾ വരെ അവള് ചെയ്തു. അതൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് അത്രയ്ക്കൊന്നും കപ്പാസിറ്റി നമ്മളെ ബ്രെയിനില്ല. പക്ഷെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ
അവർ ആ കപ്പാസിറ്റിനെ അവർ വളർത്തിക്കൊണ്ടുവരുന്ന കാണാം. അപ്പോൾ ഈ ഭാരതീകൃഷ്ണ തീർത്ഥരാജ് 1976 അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് വേദിക് മാത്തമാറ്റിക്സ് എന്നുള്ള പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. 1976 പബ്ലിഷ് ചെയ്ത ബുക്ക് ഞാനിവിടെ വെണ്ടയ്ക്കാക്ഷരത്തിൽ 1976 എഴുതാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് 1976 വേദിക് മാത്സ് എന്നുള്ള പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് 1980 അത് കാംബ്രിഡ്ജിൽ എത്തിക്കഴിഞ്ഞു. 1980 അവർ കാംബ്രിഡ്ജിൽ അത് പഠന വിഷയമാക്കി അത് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1980 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാംബ്രിഡ്ജിലും മറ്റ് പല കൺട്രീസും ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2024 നമ്മുടെ സ്വന്തം കുഞ്ഞിനെ ഈ മാത്സിനെ ഇന്ത്യയിൽ ഒരു സ്കൂളുകളിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റോ നമ്മൾ ഭാരതീയർ തന്നെ ഞാൻ പറയാം, നമ്മളെ തന്നെ ഞാൻ കുറ്റം പറയുന്നു, ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഗുജറാത്തില് ഇത് കഴിഞ്ഞ വർഷം മുതൽ അവരെ സ്കൂളുകളിൽ നിർബന്ധമാക്കി കൊണ്ടുവരികയാണ്. CBSE മെല്ലെ മെല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ CBSEന്റെ പുറകില് അതിനെ പുറകോട്ട് വലിക്കാനുള്ള പല പല സെറ്റപ്പുകളും ഇതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഇത്രയും വർഷങ്ങളായിട്ട് പബ്ലിക്കായിട്ട് നമ്മൾ പിന്നെ ഈ പ്രസന്റ് ഗവൺമെന്റ് വന്നപ്പോഴും നമ്മൾ ആലോചിച്ചിരുന്നു, പല പത്രങ്ങളിലും ആർട്ടിക്കിൾസ് വന്നിരുന്നു, ഇനിയെങ്കിലും വേദിക് മാത്സിന് മോചനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട്. ഹിന്ദുവൊക്കെ ഒരുപാട് ഡയലോഗ്സും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് വേദിക് മാത്സിനെ സിലബസിന്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇന്നുവരെ നടന്നിട്ടില്ല, ഈ വർഷവും നടന്നിട്ടില്ല. അപ്പോ അത് ആക്കി കഴിഞ്ഞാൽ, നമ്മുടെ സ്വന്തമായ സാധനം ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എത്രയോ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ ഇപ്പോഴും നമ്മൾ അവര് എന്താ പറയാ അരച്ച് കലക്കി കുടിപ്പിക്കുന്ന മാത്തമാറ്റിക്സ് ആണ്. നമ്മുടെ ഓൺ നമ്പർ സിസ്റ്റം അവർ ഉപയോഗിച്ചിട്ട് അവർ കണ്ടെത്തിയ മാത്സ് ആണ്, ഇപ്പൊ പഠിപ്പിച്ചു വന്ന മാത്സ് ആണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സ്. UK നിന്നും US നിന്നും ഉരുത്തിരിഞ്ഞു വന്ന മാത്തമാറ്റിക്സ് ആണ്. നമ്മുടെ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് അവർ ഇങ്ങോട്ട് പഠിപ്പിച്ചു വന്ന മാത്സ് ആണ് നമ്മളിപ്പോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനെതിരെ സംസാരിക്കുന്നില്ല, പക്ഷെ നമ്മുടെ കുട്ടികളുടെ ദയനീയാവസ്ഥയെ ഓർത്തിട്ട് സംസാരിച്ചു പോകുന്നതാണ്. 2024 ഈ മാത്തമാറ്റിക്സിനെ സ്കൂളുകളിൽ പഠന വിഷയമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നത് നമ്മുടെ ദയനീയാവസ്ഥ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോ എന്ത് തന്നെയാലും മാത്തമാറ്റിക്സ് ഒരു പ്രശ്നമല്ല എന്ന് കുട്ടികളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക. മാത്തമാറ്റിക്സിലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാൻ കഴിയുമെന്ന് മാത്തമാറ്റിക്സ് തന്നെ വഴി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് ഈ സെഷനിൽ എനിക്ക് ഇവിടെ ഒരുക്കി തന്ന സുജിത്തിനും അതുപോലെ സാബു സാറിനും ഞാൻ നന്ദി പറയുന്നു. കുട്ടികളെയാണ് നമ്മുടെ ഭാവി എന്ന് പറയുന്ന കുട്ടികളാണ്. അവരുടെ മാത്രമേ നമ്മുടെ ഇനി വരുന്ന ലോകം വളരുന്നുള്ളൂ. അപ്പൊ അവരെയെങ്കിലും ഇപ്പൊ ഇനി വരുന്ന തലമുറയെങ്കിലും കണക്കിന്റെ കാര്യത്തിലെങ്കിലും നമുക്ക് ഒന്ന് ബോധവൽക്കരിക്കാനും അവർക്ക് നല്ല വഴി, നേരായ വഴി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും തലമുറ നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മളെക്കാളും വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെക്കാളും പ്രാപ്തിയുള്ളവരുമായി മാറുമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദിയോടെ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പ്രദീപ് സാർ. വളരെ വളരെ മനോഹരമായി ഇന്ത്യ അല്ലെങ്കിൽ കേരളം അംഗീകരിക്കാത്ത മനോഹരമായ ഒരു മാത്തമാറ്റിക്സിന്റെ സ്വപ്നം എത്ര സിമ്പിൾ ആയിട്ടാണ് സാർ അതൊക്കെ കൈകാര്യം ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സാധിക്കും. എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റൂ. ഇതിന് സ്റ്റെപ്പ് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഈ സ്റ്റെപ്പ് അംഗീകരിക്കില്ല, മറ്റേ സ്റ്റെപ്പ് അവർ അംഗീകരിക്കില്ല. അപ്പൊ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനേ പറ്റത്തുള്ളൂ. ശരിയാണ്. എന്റെ മറുപടി പറയട്ടെ, ഈ സ്റ്റെപ്സ് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോഴൊന്നും സ്റ്റെപ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അതന്നെ ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഈ സ്റ്റെപ്സ് കൊണ്ടുവന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മെത്തേഡ്സിനെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മളെ അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 12 ഗുണിക്കണം 2 24 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇന്ന് 23 എന്ന് എഴുതി കഴിഞ്ഞിട്ട് അവന്റെ സ്റ്റെപ്പ് റെഡി ആണെങ്കിൽ അവന് ഉത്തരത്തിന് അവന് മാർക്ക് ഉണ്ട്. ഉത്തരത്തിന്റെ മാത്രമുള്ള അരമാർക്കേ അവന് കുറയ്ക്കും. 12 ഗുണിക്കണം 2 24 എന്നുള്ള ആൻസർ തെറ്റിപ്പോയാലും കുട്ടിക്ക് ശരി ഉത്തരത്തിനുള്ള ആൻസർ കിട്ടുകയാണ്, മാർക്ക് കിട്ടുകയാണ്. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മള് ചെരുപ്പിനൊത്ത് കാല് മുറിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ സിസ്റ്റത്തിനെ മാറ്റിമറിക്കുക ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റെപ്സ് എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നത് അവരുടെ സ്റ്റെപ്സ് തന്നെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ നമ്മൾ അവര് ആ സ്റ്റെപ്സ് അംഗീകരിച്ചേ പറ്റൂ. ഇവിടെ നമ്മൾ അരിത്മെറ്റിക്സിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർജിനിൽ ചെയ്യുന്ന, നമ്മൾ സ്റ്റെപ്സ് എല്ലാം എഴുതി കഴിഞ്ഞ് മാർജിനിൽ ചെയ്യുന്ന ഗുണനവും ഹരണമാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ഒരിക്കലും അതിന് മാർക്ക് ഇടുന്നില്ല. അവിടുന്ന് വീണ്ടും നമ്മൾ ഉത്തരത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മാർക്ക് വരുന്നത്. അപ്പൊ സ്റ്റെപ്സ് എഴുതാതെയുള്ള കണക്കല്ല ഇത്. സ്റ്റെപ്സ് എല്ലാം എഴുതണം. അതിനുശേഷം ആ ഫോർമുല എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് സൈഡ് മാർജിനിൽ ചെയ്യുന്ന അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അത്രമാത്രമേ ഉള്ളൂ. അതിന് സ്റ്റെപ്സിന്റെ എവിടെയും മാർക്കില്ല. നമ്മൾ അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് ഏത് വഴിക്കും ചെയ്യാം. പക്ഷെ ഈ സ്റ്റെപ്പുകൾ എഴുതി കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ കഴിയുന്നു മാർക്ക്. സാബു സാറേ, ചാറ്റിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ആണോ? ഈ 145 and
155. അതിന് വേറൊരു പാറ്റേൺ ആയിരിക്കും അല്ലേ സാർ? അത് വ്യത്യസ്ത നമ്പറുകളാണ്. 145 ആ, വ്യത്യസ്ത 155 നമ്പറാണ്. ഈ പറഞ്ഞ പാറ്റേൺ അല്ല, അതിന് വേറെ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 45 ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരൊറ്റ പാറ്റേണിലല്ല എല്ലാം ചെയ്യുന്നത്, എങ്കിലും പല അല്ല, പാറ്റേൺസ് ഉണ്ട്. പല പാറ്റേൺസ് ഉണ്ട്. പല പാറ്റേൺസ്. അപ്പൊ നമ്മള് സാറിന്റെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഇത് നമുക്കല്ല, നമ്മുടെ യങ് ജനറേഷൻ കുട്ടികൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മാത്തമാറ്റിക്സിലേക്ക് ചുവടുവയ്ക്കാൻ, സാർ ആദ്യം പറഞ്ഞ പോലെ പേടിയുടെ സാധ്യതകളില്ലാതെ മുന്നോട്ട് പോകാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. സാർ വളരെ കാലമായിട്ട് ഈ രീതിയിൽ മാത്തമാറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഞാനിവിടെ നമ്മുടെ ഗ്രൂപ്പില് ചാറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ജോയിൻ ചെയ്യാം, ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സാറിന്റെ ക്ലാസ് നമുക്ക് ലഭ്യമാണ്. താല്പര്യമുള്ളവർ അതിനകത്ത് ജോയിൻ ചെയ്യാം. പിന്നെ സാറ് എടുത്ത എഫേർട്ട് വളരെ 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 വലിയൊരു എഫേർട്ടാണ്. സാർ ആദ്യം പറഞ്ഞു പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടും നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രമാത്രം ഗുണകരമാണെന്ന് നമ്മൾ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞ് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്, ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇതൊന്ന് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ സാറ് പറഞ്ഞ പോലെ 100-ുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 100-ന്റെ അടുത്തും മുകളിലും താഴെയുമുള്ള നമ്പറുകൾ ചെയ്യുമ്പോൾ തന്നെ എത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 അങ്ങനെയുള്ള നമ്പറുകൾ. ഇതുപോലെ തന്നെ ഓരോ പാറ്റേൺ നമ്പേഴ്സിനും അതിൻ്റെതായിട്ടുള്ള മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഇതിന്റെ ക്ലാസ്സുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പം ഇന്ന് ക്ലാസ് എടുത്ത പ്രദീപ് സാറിന് നമ്മളിലേക്ക് എത്തിച്ച സുജിത്തിനും എല്ലാ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു വിഷയം ഇതിനു മുമ്പ് നമ്മൾ മെന്റൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമ്മളോട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും സ്വല്പം കൂടെ സിമ്പിളായിട്ട് ഈ ഒരു സെഷനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു എന്ന് വേണം. കാരണം ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു. പറ്റുമെങ്കിൽ നമുക്ക് 1-2 ക്ലാസ്സും കൂടെ സാറിന്റെ ക്ലാസ്സുകൾ വെക്കാം അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട്. കാരണം ഇതിനോട് കൂടി തന്നെ അബാക്കസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, അതൊരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുപോലെ തന്നെ പിന്നെ സാർ സുഡോക്കോ അല്ലെ, സുഡോക്കോ പോലെയുള്ള ബ്രെയിൻ ഗെയിംസ്. സാറിന്റെ ബുക്കിനെ കുറിച്ച് ഒന്ന് പറയാമോ? സാറിന്റെ ബുക്കിനെ കുറിച്ച് ഒന്ന് പറയാം. ഇതിനൊക്കെ സ്ക്വയർ റൂട്ട് ഒക്കെ നമുക്ക് നല്ലോണം ചെയ്യാം. സ്ക്വയർ റൂട്ട് ഒക്കെ നല്ലോണം പെട്ടെന്ന് ചെയ്യാം. സ്ക്വയർ റൂട്ട് പെട്ടെന്ന് ചെയ്യാം. അത് നമ്മളിപ്പോ ഈ 105 × 102 എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ 105ന്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നോക്കിയിട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ പറ്റും. ഞാൻ നേരത്തെ വേദിക് മാത്തമാറ്റിക്സ് പഠിച്ച. കാരണം ഞാൻ ബുക്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികളിലെ കുറച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ നമ്മളിപ്പം മാത്സിനെ പറ്റി പറയുമ്പോഴും നമ്മൾ ചില കണക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾക്ക് ആൻസർ കിട്ടില്ല. ഇപ്പൊ 3 ഗുണിക്കണം അല്ലെങ്കിൽ 3 ഗുണിക്കണം 4 അല്ലെങ്കിൽ 3+4 എന്ന് പറയുമ്പോൾ 7 എന്ന് കിട്ടാത്ത കുട്ടി ഒരു സുഡോക്കുവിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗെയിമിന്റെ പ്രശ്നം ഒരു 3+4 7 ആണെന്ന് അവന് സെക്കൻഡുകളുകൊണ്ട് ഉത്തരം കിട്ടും. അത് ഗെയിമാണ് അവൻ കളിക്കുന്നത്. ആ മാത്സ് ആകുമ്പോഴാണ് അവൻ ഉത്തരം കിട്ടാത്തത്. കൃത്യമായിട്ട് ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം. നിങ്ങൾ ഇതേ പ്രോബ്ലം ഇതേ ശരി ഞാൻ എന്താ പറയാ അതിന്റെ ഗെയിം ഇട്ടിട്ട് ഗെയിമിൽ പറയുമ്പോൾ കുട്ടികൾ നിങ്ങൾ ഏത് കുട്ടികളെ കൊണ്ടുവന്നു 3-ാം ക്ലാസ്സിന്റെ മേലോട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്നു അവർ ഗെയിമിൽ ഉത്തരം പറയും. പക്ഷെ മാത്സിന്റെ പ്രോബ്ലം ആയിട്ട് 3+4 എന്ന് കൊടുത്താൽ അവർക്ക് 7 കിട്ടില്ല. പക്ഷെ ഗെയിം കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ബ്രെയിനിലുണ്ട്. കാരണം മാത്സിനോടുള്ള ഫിയർ ആണ് ആ മാത്സ് എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിലേക്ക് ആൻസർ കൊണ്ടുവരാത്തത്. അപ്പൊ 3+4 7 ആണെന്ന് അറിയുന്ന കുട്ടി മാത്സ് ആന്ന് പറയുമ്പോൾ ആൻസർ ഇല്ല, ഗെയിം ആവുമ്പോൾ ആൻസർ ഉണ്ട്. അപ്പൊ അറിയുന്ന കുട്ടിയാന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഗെയിം കളിച്ചിട്ട് ഫുബുക്കി എന്നുള്ള ഗെയിമൊക്കെ അഡിഷൻ ഗെയിമാണ്. ആ ഗെയിം കളിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് മിസ്സിംഗ് നമ്പേഴ്സ്, അതായത് അതിലൊന്നും പിന്നെ 7 കൂട്ടി കഴിഞ്ഞാൽ 8 ആണെങ്കിൽ 1-ന്റെ ആ 7 കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടി വരും. അത് സെക്കൻഡ് കൊണ്ട് അവർ ചെയ്യും. പക്ഷെ മാത്സിലേക്ക് വരുമ്പോൾ ആൻസർ ഇല്ല. അപ്പൊ അത് അവിടെ മാത്സ് ഫിയർ എന്നുള്ള ഒരു ഘടകം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടല്ല, മാത്സിനാവുമ്പോൾ ഉത്തരവില്ല, പക്ഷെ ഗെയിം ആവുമ്പോൾ ഉത്തരം ഉണ്ടാവും. അപ്പൊ പലപ്പോഴും മാത്സ് പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സിൽ നിന്ന് വടി കിട്ടും തല്ല് കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു ഫിയറും കൂടെ അതിനകത്ത് വരാറുണ്ട്. അപ്പം നാച്ചുറൽ ആയിട്ട് മാത്സ് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോകും. തെറ്റാൻ സാധ്യതകൾ വളരെ കൂടും. പ്രത്യേകിച്ച് ചാക്കോ മാഷിനെ പോലെ ചില മാഷിമാര് ഭയങ്കര പ്രശ്നക്കാരാണ്. 3+2 whole square is equal to
അതെ അതെ അതെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ ഗ്രൂപ്പിൽ ചാറ്റ് ബോക്സിൽ ഗ്രൂപ്പ് ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. വേറെ എന്തെങ്കിലും അഡീഷൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു പറ്റുമെങ്കിൽ നമുക്ക് 2-3 ക്ലാസ്സുകളും കൂടെ അതിന്റെ അഡീഷൻസ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ, സബ്സ്ട്രാക്ഷന്റെ ചില മെത്തേഡും കൂടെ നമുക്ക് അടുത്ത ആഴ്ചകളിൽ നമുക്ക് ക്ലാസ്സുകൾ വെക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വർക്ക്ഔട്ട് ആവാന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്, കാരണം കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു ജനറേഷൻ, ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആവറേജ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ കുട്ടികളാണ് അധികം ഉള്ളത്. അപ്പം അവരുടെ ഈ ഒരു കാലത്തെ വിഷ്വലൈസേഷൻ ആണ്, ഇമാജിനേഷൻ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ചെസ് കളി പോലെ, അതുപോലെ തന്നെ ഇപ്പൊ എന്റെ മകനൊക്കെ ആണെങ്കിൽ ഇപ്പൊ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ എനിക്ക് വാട്സപ്പിൽ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗെയിം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്, അത്രമാത്രം പവറാണ്, അവരുടെ ബ്രെയിൻ അത്ര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് അവരുടെ എക്സൈറ്റ്മെന്റ് കൂട്ടുക, അവരെ ഗെയിമിലേക്ക് കൊണ്ടുവരിക. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പൊട്ടൻഷ്യൽ അൺലിമിറ്റഡ് ആണ്. കാരണം ആ ഒരു ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ജനറേഷനാണ് എന്റെ സ്വപ്നം. ഞാൻ അവിചാരിതമായിട്ടാണ് സാറിനെ പരിചയപ്പെട്ട സമയത്ത് സാറിന്റെ ഒരു എക്സാം നടക്കുന്നതായിരുന്നു. അവിടെ കുട്ടികൾ കണക്ക് ചെയ്യുന്ന ഒരു വേഗത കണ്ടപ്പോൾ, അതായത് എന്റെ മകനെയും ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഡ്രീം എനിക്കുണ്ടായി. കാരണം അവനിപ്പോ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുട്ടികളിലേക്ക് പരമാവധി ഇത് എത്തിക്കുക. കാരണം ഒരു ബ്രെയിൻ മസിൽസിന് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കാരണം നമ്മളെ ഫിസിക്കലി ആ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇമോഷണൽ സ്ട്രെങ്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത്തും. കുട്ടികൾ മെന്റൽ സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ ഇന്ന് കുട്ടികൾക്ക് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും, കാരണം ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അവരുടെ ക്രിട്ടിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് ഇമോഷണലി കണക്റ്റഡ് ആയി പോവാണ്. പക്ഷെ ആ ബ്രെയിന് നമ്മൾ സാധാരണ ശാരീരിക മസിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ നമ്മുടെ ബ്രെയിൻ മസിൽസിനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു മാത്സിൽ മാത്രമല്ല മറ്റേതൊരു കാര്യത്തിലും, ഒരു ബുക്ക് വായിക്കുമ്പോൾ അതിനെ അബ്സോർവ് ചെയ്യുന്ന രീതിയാണെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം ഒരു ജനറേഷനെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ്. അപ്പൊ എന്തായാലും സാറിന് ഒരുപാട് താങ്ക്സ്. ഈ ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാറ് എയർഫോഴ്സിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടും ഈ ഒരു ജനറേഷന് വേണ്ടിയിട്ട് സാറിന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് ഒത്തിരി താങ്ക്സ് സാർ. ഇതാണ് എന്റെ ബുക്ക്. ശരിക്കും ഒരു സാറിന്റെ ബുക്കാണോ? അതെ ഇതാണ്. അതായത് പിന്നെ പേര് കളിക്കൂ പഠിക്കൂ വളരൂ, ബ്രെയിൻ ഗെയിംസ് സംഖ്യാജ്ഞാനത്തിന് പേര്. ഇത് ഏകദേശം എന്റെ മകനൊക്കെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫോണ് കിട്ടിയ ഗെയിമാണ്. അവനെ കണക്കിലെ ഗെയിമും കൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ. അമ്പാടി കേൾക്കുന്നുണ്ടോ? ആദിശങ്കർ സാർ, അതിന്റെ ഫീസ് എത്രയാണ്? എത്ര ചാർജ്? ഇത് 199 ആണ്. 120 പേജുള്ള ബുക്കാണ്. അതിൽ കുറെ പ്രോബ്ലംസും കുറെ പസിൽസും എല്ലാം ഉണ്ട്. ഇത് ഞാൻ സെഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കോവിഡ് ടൈമിൽ കംപ്ലീറ്റ് ഫ്രീ സെഷൻസ്, അങ്ങനെ US-ലും പിന്നെ ഓസ്ട്രേലിയയിലുള്ള കുറെ പിള്ളേരുണ്ടായിരുന്നു. 400ഓളം കുട്ടികൾ വാട്സപ്പിലൂടെ ഈ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇതുണ്ടായിരുന്നില്ല, ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നില്ല. വാട്സപ്പിലൂടെ ഞാൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, ഗെയിംസ് ക്ലാസ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എല്ലാവരും ഇങ്ങനെ മാത്സ് കണ്ട് വിഷമിച്ചിരിക്കുകയാണോ, അതോ അത്ഭുതപ്പെട്ടിരിക്കുകയാണോ? ഓക്കെ, എനിവേ സാറിന്റെ ഈ ഉദ്യമത്തിന്റെ കൂടെ നമുക്കും കൂടെ ചേരാം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തുന്ന രീതിയിലേക്ക്. സാറിന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? സ്റ്റുഡൻസ് ആരും ഇല്ല തോന്നുന്നു. സ്റ്റുഡൻസ് ആരുമില്ല. ശരി. സാറേ, പൂജ്യത്തിന്റെ വില കണ്ടുപിടിച്ചത് പാതിരിയതാ. ആ പാതിരിയർ ഈ കണക്കിനെ പോലും വിദേശീയർ അംഗീകരിക്കാൻ പ്രയാസമാണ്. അപ്പൊ പിന്നെ ഇതെങ്ങനെ അംഗീകരിക്കും? അതാണ് നല്ലത്. പക്ഷെ ഇതുവരെ ഗവൺമെന്റ് തലത്തിൽ അംഗീകാരം തന്നിട്ടില്ലേ? ഇല്ല, നമ്മളാണ് അംഗീകരിക്കാത്തത്, നമ്മുടെ ഗവൺമെന്റ് ആണ്. കാരണം അതിന് ഞാൻ അസോസിയേഷൻ ഓഫ് മാത്സ് ടീച്ചേഴ്സ് ഓഫ് ഇന്ത്യ, AMTI എന്നുള്ള ഒരു മാത്സ് ടീച്ചേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഒരു ലൈഫ് മെമ്പറാണ്. അപ്പൊ അതിന്റെ ഇതിൽ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ അവരതിനുള്ള കൃത്യമായ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത്, ഇപ്പൊ ഉള്ള പ്രിന്റിങ് ചെയ്യുന്ന ലോബി, പ്രിന്റഡ് ബുക്സിന്റെ ലോബി, അത് കോടികൾ, നമ്മുടെ സുൽത്താൻ ചന്ദ് പോലെയുള്ള പബ്ലിഷേഴ്സ് ആണ്. അവരാണ് ഈ വേദിക് മാത്സിന്റെ അവര് ഇതേവരെ പ്രിന്റ് ചെയ്തിട്ടുള്ള അവരുടെ കംപ്ലീറ്റ് മെറ്റീരിയൽസ് മാറ്റേണ്ടി വരും ഈ പുതിയ വേദിക് മാത്സിന്റെ ബുക്സുകൾ ഇറങ്ങി കഴിഞ്ഞാൽ.
അപ്പൊ അതെ. അവരാണ് ഒരു വലിയൊരു ഘടകം ഇതിന്റെ, അതായത് പൈസയുടെ ലോബിയാണ് ഈ ഇതിന് എന്താ പറയാ വേദിക് മാത്സ് നടപ്പിലാക്കുന്നതിന് പുറകിൽ നിൽക്കുന്നത്. ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കുട്ടികളെ പിന്നെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഒരു വലിയ ലോബിയാണ്, ബുക്സ് പ്രിന്റേഴ്സ് ആണ്. അപ്പൊ അതുപോലും നമുക്കറിയാം, അവർ കൃത്യമായിട്ട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടല്ലോ. അപ്പൊ അവർ പറഞ്ഞത് ആ ലോബിയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അവരെ ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ഗവൺമെന്റ് പോലും കഴിയുന്നില്ല. അതാണ് അതിന്റെ നിസ്സഹായ അവസ്ഥ. ജോർജ് സാറേ, ആ താങ്ക് യു സാർ. 10-20 സ്റ്റുഡൻസ് ഇങ്ങനെ നിരന്ന് കണ്ണും വീഴ്ചിരിക്കുക, പേടിച്ച് കണക്ക് ടീച്ചറെ പേടിച്ച്. എന്നിട്ട് സാറ് ചോദിക്കുക പിള്ളേരാരും ഇവിടെ ഇല്ലേ, സ്റ്റുഡൻസ് ആരും ഇല്ലെന്ന്. പ്രദീപ് സാർ, എല്ലാ സ്റ്റുഡൻസ് എല്ലാ സ്റ്റുഡൻസ് ആണ്. പ്രദീപ് സാർ കൺഗ്രാജുലേഷൻ. വളരെ സിമ്പിളാ കാര്യം. വേദിക് മാത്സിന്റെ ക്ലാസ് ഇവിടെ തന്നെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഈസി മെത്തേഡ് അന്ന് കിട്ടാതെ പോയതാണോ എന്ന് സംശയം. എന്തായാലും ഇപ്പൊ കിട്ടി, വളരെ നന്നായിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ള ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടേതായ ഒരു ശ്രമം നടത്താം. പ്രദീപ് സാറിനോടൊപ്പം നമുക്കും ഒന്ന് യാത്ര ചെയ്യാം. ഒത്തിരി വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസമുള്ള ഒരു ന്യൂ ജനറേഷൻ ഉണ്ടാകാൻ നമുക്കും നമ്മളുടേതായ ഒരു എന്താ പറയാ കോൺട്രിബ്യൂഷൻ ചെയ്യാം. സോ താങ്ക് യു പ്രദീപ് സാർ, ഒരിക്കൽ കൂടി. സുജിത്, താങ്ക് യു. എല്ലാവർക്കും നന്ദി. നാളത്തെ നമുക്ക് ഓരോ മെത്തേഡിന് ഓരോ സാറൊന്നും പറഞ്ഞില്ലെന്നുള്ളേ ഉള്ളൂ. ഓരോ മെത്തേഡിന് ഓരോ അടുത്ത ക്ലാസ്സിൽ പറയാം സാർ, അടുത്ത ക്ലാസ്സിൽ പറയാം. മെത്തേഡ്സ് പറയാം. കുഴപ്പമില്ല. ഒത്തിരി ഒരു പരിധിയിലധികം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാതെ കുറച്ച് സിമ്പിൾ കാര്യം. ഇത് തന്നെ ധാരാളം, ഇത് തന്നെ ധാരാളം. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ വളരെ എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്യാമെന്നുള്ള ഒരു ട്രെൻഡ് കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് കടന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നമുക്കൊരു അടുത്തൊരു സെഷനുമായിട്ട് കാണാം. നാളെ നമ്മൾ മ്യൂസിക് തെറാപ്പിയുടെ സെഷനാണ്. മ്യൂസിക് എത്രമാത്രം നമ്മളുടെ ശരീരത്തിന്റെ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് ആശ്വാസം തരുന്നു എന്നുള്ള ഒരു ഭാഗം നമുക്ക് ജോസഫ് ജോൺ സാർ കൊടുക്കാം. സോ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രദീപ് സാർ, വീണ്ടും നമുക്ക് കാണാം. പറ്റുമെങ്കിൽ നമുക്ക് ഒരു വലിയ ജൈത്രയാത്ര തന്നെ നടത്താം. ഒരു നമ്മുടേതായ ഒരു വിഷൻ നമുക്ക് ഇതിലുണ്ടാക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.